ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. നാം ഇറങ്ങാൻ പോകുന്നത് എത്ര വലിയ ഒരു ബഹറിലേക്കാണ് എന്ന് നിങ്ങൾ ആദ്യമായി ചെറിയ രൂപത്തിലൊന്ന് ഉൾക്കൊള്ളാനാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ. ഇരുതല മൂർച്ചയുള്ള പദപ്രയോഗങ്ങളാണ് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത് എന്ന് തുടർന്നുള്ള നമ്മുടെ ഈ സപ്തദിന പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇന്ന് എത്രത്തോളം അതിന്റെ മധുരം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് ഏറെക്കുറെ മഹാന്മാര് വരഞ്ഞു വെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കെന്തൊന്നില്ലാത്ത ഒരു മാനസിക നിർവൃതി നമുക്ക് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ന് നമുക്ക് ഈ സദസ്സിന് ഒരു തബറുക്ക് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളുടെ ഇക്കാക്കയും നമ്മുടെ സുന്നി കേരളത്തിന്റെ നേതാവും കൂടെയായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ഉദ്ഘാടന പ്രഭാഷണമാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെപ്പോഴാണോ വേദിയിലെത്തുന്നത് അതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം തൽക്കാലം നിർത്തിവെക്കണം. ഇന്നത്തെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് നമുക്ക് നമ്മുടെ വിഷയത്തെക്കുറിച്ച് സുന്ദരമായി അവതരിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കവിതയിൽ യഥാർത്ഥത്തില് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇമാം ബൂസിരിയുടെ ചർച്ചാ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്നതാണ്. തിരുനബി പ്രകീർത്തനം ലോകമെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഒരു നവജാഗരണം, ഒരു പുത്തനുണർവ്. ഈ പുത്തനുണർവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിൽ ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്നെ കൊണ്ട് കഴിയുന്ന ഒരു വലിയ സേവനം ചെയ്തെങ്കിൽ ആ ഈരടികള് ഇന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഹിബ്ബീങ്ങളായ ആശിഖീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പ്രയാസമില്ലാത്ത മനസ്സിന്റെ ഉടമകള് തൊട്ടുകൂടാ, ഓർത്തുകൂടാ, പറഞ്ഞുകൂടാ, അവിടത്തേക്ക് അടുത്തുകൂടാ എന്ന അവസ്ഥ നിലനിൽക്കുന്നവരെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റു സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവർക്ക്, അത് പഠിച്ചവർക്ക്, പഠിപ്പിക്കുന്നവർക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളിൽ ഒന്നുപോലും അച്ചടക്കരാഹിത്യമായി തോന്നില്ല. ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ശരിക്കും ആസ്വദിക്കാൻ പോകുകയാണ്. എന്നാൽ ആഗോളാടിസ്ഥാനത്തില് ഇവിടെ എന്തുകൊണ്ട് ആഗോളാടിസ്ഥാനത്തിൽ ഇങ്ങനെ വലിയ വലിയ കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു? മീലാദ് കോൺഫറൻസുകൾ, ആഗോളാടിസ്ഥാനത്തിൽ മീലാദ് സംഗമങ്ങൾ നടക്കുമ്പോൾ എനിക്കെന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾ സ്വാഗത ഭാഷണത്തിലും കേട്ടല്ലോ, എല്ലാവിധ എതിർപ്പുകളും ചുറ്റുപാടിൽ നിന്ന് സജീവമായ രംഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്തുകാര് ഒരിക്കലും അവരുടെ ഒരു വാദങ്ങളിലും വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാലങ്ങളോളമായി വാദിച്ചുകൊണ്ടിരുന്ന വാദം യാതൊരു നാണക്കേടുമില്ലാത്ത രൂപത്തിൽ ഇപ്പോൾ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗമൊക്കെ ബുർദയിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്യാൻ വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ജിന്നും പിശാച്ചും സിഹ്റും ഒക്കെ ബുർദയിൽ തന്നെ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി സംസാരിക്കാം. എന്നാൽ ഇവർ ഒരു വിഷയത്തിലും വിജയിച്ചില്ല. ഞാൻ പറയുന്നത് ഭാഗികമായി ഏതാനും ചില സാധുക്കളെ പറ്റിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരുടെ വികലമായ ആശയങ്ങളനുസരിച്ച് പറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതെന്താണ്? തീരെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടില്ലാത്ത ഉമ്മാമനെ മകൻ ഗൾഫിൽ പോയി ബിദ്അത്തിന്റെ ആളായി തിരിച്ചു വന്നതിന്റെ ശേഷം ആ ഉമ്മാമനെ, തന്റെ പ്രിയപ്പെട്ട മാതാവിനെ, അതാ തന്റെ മണിപ്പേഴ്സിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോ ആ ഉമ്മാമനെ നിസ്കാരക്കുപ്പായം ഇടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരിക്കാം. അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെയൊക്കെ നാടുകളില്
20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്ന ചിലരെങ്കിലും 8 റക്അത്ത് നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഭാഗികമായി ചില കാര്യങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം സ്വാഭാവികമായി ഏതു ചെയ്യും? സുന്നത്തി ജമാഅത്തിന്റെ ആളുകളിൽ തന്നെ വേണ്ടത്ര അഖീദ ഉറച്ചിട്ടില്ലാത്ത ആളുകളിൽ അവർ പറയുന്നതും ശരിയല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ സുന്നിയായ ഒരു മനുഷ്യന് ഇന്നുവരെ മീലാദുർ റസൂൽ ആഘോഷിക്കുന്നതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല, അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? മറ്റു പല മേഖലകളിലും ഇതുപോലെ ജീർണിച്ച സംസ്കാരങ്ങൾ നമുക്ക് പല നാടുകളിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ എത്രയോ എതിർപ്പുകള്, ഇവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ കൂടുന്തോറും ഈ ലോകത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ്. കാരണം ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാർക്കറിയാം, എന്റെ ജ്യേഷ്ഠന്മാർക്കറിയാം, എന്റെ അനുജന്മാർക്കറിയാം, മുമ്പ് കാലത്ത് നിങ്ങളുടെയൊക്കെ മദ്രസ ഹാളുകളിൽ വളരെ സ്വകാര്യമായി കഴിഞ്ഞിരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രം റോഡിലൂടെ ഇറങ്ങി ഘോഷയാത്ര നടത്തിയിരുന്ന ഈ പരിപാടി ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളുടെ സാന്നിധ്യം മീലാദ് ഘോഷയാത്രയിലുണ്ട്. നമ്മൾ കണ്ടുവരുന്നത് അതാണ്. നേരത്തെ ഒരു ചെറിയ കുലാവി കൊടുത്ത് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മീലാദ് പരിപാടികള് ഇന്ന് വലിയ വലിയ അന്നദാനങ്ങളിലൂടെ, മാംസദാനങ്ങളിലൂടെ അത് നടന്നുകൊണ്ടിരിക്കുന്ന, എത്രയോ 10,000 മുടക്കിയിട്ട് ആണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുനബി പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അനുദിനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മദ്രസ അങ്കണത്തിൽ നിന്ന് മാറി നമ്മുടെ പട്ടണത്തിലേക്ക് വന്നു, നമ്മുടെ ടൗണുകളിലേക്ക് വന്ന് അങ്ങനെ അത് വലിയ പരിപാടികളായി വ്യാപിച്ച ഇന്ന് അന്താരാഷ്ട്ര കോൺഫറൻസുകളായി മാറിയിരിക്കുകയാണ് മീലാദ് കോൺഫറൻസുകൾ. എന്താണ് ഇതിന്റെ കാരണം? ഇത്രയധികം എതിരാളികൾ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുക എന്ന ഈ സംരംഭത്തിന് ചെറിയ ഒരു തളർച്ചയെങ്കിലും വരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അള്ളാഹു നേരത്തെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു വൻ ഓഫറാണിത്. എന്താണ് ആ ഓഫർ? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖീ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്നതിന് അർത്ഥം കൊടുക്കുന്നത് അയൽ അയ്യാമുൽ ആഖിറതു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊലാ, വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു ഓഫറാണിത്. നേരത്തെ പ്രഖ്യാപിച്ച ഓഫറാണ്. നബിയെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും നാളുകള് കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല മറ്റൊരിടത്ത് ഇതേ രൂപത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പരാമർശം നാം വാനോളം പൊക്കിയിരിക്കുന്നു. അല്ലാഹു തആല തന്റെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, നബിയേ, ഇദാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഖൈറാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇമാം ബൈളാവിയുടെ തഫ്സീർ കണ്ടാൽ, ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖീ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ കണ്ടാൽ, അവരൊക്കെ പറയുന്നത് യസീദുഹു ഇസ്സൻ ഇലാ ഇസ്സിഹി യൗമൻ ഫയൗമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു അതിനെ കയറ്റിക്കൊണ്ടിരിക്കും, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. എവിടെയെങ്കിലും ഒരു മൂലയിൽ കൂടിയിരുന്ന സ്വലാത്ത് മജ്ലിസുകൾ ഇന്ന് വലിയ വലിയ സ്വലാത്ത് കോൺഫറൻസുകളായി മാറി. ഉറപ്പാണ്, അന്താരാഷ്ട്ര തലങ്ങളിൽ സ്വലാത്ത് കോൺഫറൻസുകൾ നടക്കും. മീലാദ് കോൺഫറൻസുകൾ നടക്കുന്നത് പോലെ സ്വലാത്ത് മജ്ലിസുകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വിവിധ തരത്തിലുള്ള മീലാദ് പ്രഭാഷണങ്ങൾ നടക്കും. ഈ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയ ഒരു പരിപാടി, ആ പരിപാടി ഒന്നും കൂടെ ഹയാത്താക്കുകയാണ്.
എന്തേ കാരണം? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പ്രശസ്തമായ ഭാനത്തു സുആദ് എന്ന പാട്ട്, ഈ കവിത ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി പാടിയ വരികളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തോളിലുണ്ടായിരുന്ന ഷാളെടുത്ത് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഹബീബിൽ നിന്ന് ഇതിനു വ്യക്തമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നബിയുടെ ജീവിതകാലത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നതിന്റെ മുമ്പ് പോലും മറ്റംബിയാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്നതിന്റെ മുമ്പ്, ജീവിതകാലത്ത്, ജീവിതശേഷവും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഈ ഹബീബ് മരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബുർദയിലെ വരികളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആവശ്യം വന്നെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വിശദീകരിക്കാം. ഹബീബ് മരിച്ചു എന്നുള്ള പ്രയോഗം, ഞാൻ പറയുന്ന ഹബീബ് വഫാത്തായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം അതൊരിക്കലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു അങ്ങനെയാണ്. ക്ലിപ്സുകളുടെ ലോകമായതുകൊണ്ട് ദുരുപയോഗം ചെയ്താൽ ഹബീബ് വഫാത്തായിട്ടില്ലെന്ന് വരെ ഇവർ പറയുന്നു എന്ന് പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് ഹബീബ് വഫാത്തായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം തൽക്കാലം അങ്ങ് മാറി നിന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണടിഞ്ഞു, മണ്ണായിപ്പോയി, ദ്രവിച്ചുപോയി എന്നൊക്കെ വിശ്വസിക്കുന്നത് തൽക്കാലം സുന്നികളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരു തത്വമാണത്. വിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞതാണ്, സംശയിക്കണ്ട, ഉറപ്പിച്ചു വെച്ചോ. അന്നഫീക്കും റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകളോട് മാത്രമല്ല ഇത് പറഞ്ഞത്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു അഭിസംബോധനം ചെയ്യുന്നത് മുഴുവനും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന പരാമർശങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ 5-6 തരത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ വിഷയം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതിൽ സംശയമുണ്ടാകാൻ പാടില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് മഹാന്മാര് പൊട്ടിക്കരഞ്ഞത്, ഹബീബിനെ ഓർക്കുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞത്. ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവർക്ക് ഹബീബിന്റെ പരിമളം ലഭിച്ചത്. ആ ബൈത്തൊക്കെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന വരികൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കും. കാരണം അവർക്ക് ആ വാസന ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കാണാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കേൾക്കാനുള്ള, അവർക്ക് കാണാനുള്ള കണ്ണും ആ വാസന അനുഭവിക്കാനുള്ള കഴിവും കേൾക്കാനുള്ള ചെവിയും ആ മഹാന്മാർക്കുണ്ടായിരുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അതില്ലാത്ത നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരമദിനം അത് നിങ്ങൾ ഒരിക്കലും ആചരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി, ഇതൊരു മഹാഭാഗ്യമാണ്. ഇതോർക്കുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആചരിക്കാൻ മുസ്ലിമീങ്ങളില്ല. അങ്ങനെയല്ല മുസ്ലിമീങ്ങളുടെ ശൈലി. ഇത് വിശദീകരിച്ചുകൊണ്ടൊരു പണ്ഡിതൻ പറയുന്നത് കാണാം, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മീയ സാന്നിധ്യം അനുഭവിക്കണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി നമുക്ക് ജീവിച്ചു മരിക്കാൻ കഴിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഏതാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്തു ചെയ്തു? അവരുടെ രചനാ പാഠവങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നതില്, ഗദ്യമായും പദ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നതില് അവരുടെ രചനാ പാഠവം അവർ ചിലവഴിച്ചു എന്ന് കാണാൻ കഴിയും. എത്രയോ മഹാന്മാരെ എണ്ണാൻ കഴിയും. ആ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന രചനയില് മികച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരിയെ കുറിച്ച് ഒരു വിശാലമായ ആമുഖം, ബുറുദയെ കുറിച്ച് ഒരു ആമുഖം, ഇതൊക്കെ പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോകും എന്നതുകൊണ്ട് മാത്രം ഞാൻ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടത് ബുറുദ അവലോകനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യം അതാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ബുറുദ അവലോകനത്തിലേക്ക് കടക്കണമെന്നാണ്. നമുക്ക് ബുറുദ അവലോകനത്തിലേക്ക്
അങ്ങനെ തന്നെ നമുക്ക് അങ്ങ് കടന്നു വരലാണ് അതിന്റെ ഭംഗി. കാരണം അത് ആസ്വദിക്കണം. നമുക്ക് 160 വരികളുള്ള ഈ ബുറുദ നമുക്ക് 7 ദിവസം കൊണ്ടൊന്നും ആക്കാൻ കഴിയില്ല. പക്ഷേ ബുറുദയുടെ കെട്ടുമട്ടും നിൽക്കുന്നത് രചന, ബഹുമാനപ്പെട്ടവരുടെ രചനാപാഠവം കണ്ടു നാം അന്തിച്ചു നിന്നുപോകും. ആദ്യമായി തീവ്രമായ തന്റെ അനുരാഗം പ്രകടിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അതേ രൂപത്തില് അത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവര് സ്വന്തം ശരീരത്തോടുള്ള ധർമ്മമാണ്, മുജാഹദത്തുൻ നഫ്സാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വിഷയങ്ങളായിട്ട് വിവിധ വിഷയങ്ങളായി ഓർഡറാക്കിയതാണ് ഖസീദത്തുൽ ബുറുദ എന്നതുകൊണ്ട് ആ ഓരോ വിഷയങ്ങളിൽ നിന്ന് പൊള്ളുന്ന വരികൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തർതീബായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്താൽ എവിടെയും എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വിശാലമാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ. നമുക്ക് പെട്ടെന്ന് ബുറുദയിലേക്ക് കടക്കണം. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി എവിടെയാണ് ജനിക്കുന്നത്? ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഈജിപ്തിലാണ്. മിസ്രിലാണ്. മിസ്രിലെ ദിലാസ് എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. അവിടെ നിന്ന് ജനിക്കുന്നത് അവിടെയാണ്. പക്ഷേ അവിടെ നിന്ന് തൽക്കാലം മാറി താമസിക്കുന്നു ബൂസീർ എന്ന സ്ഥലത്തേക്ക്. അങ്ങനെയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ പേരിൽ അറിയപ്പെടുന്നത്. അവിടുത്തെ പേര് മുഹമ്മദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ തന്റെ സാക്ഷാൽ നാമം അതാണ്. പക്ഷേ ഇന്നറിയപ്പെടുന്നത് ഇമാം ബൂസിരി എന്ന പേരിലാണ്. ഷറഫുദ്ദീൻ, അബൂ അബ്ദില്ല എന്നൊക്കെ അവിടെ തോമനപ്പേരും സ്ഥാനപ്പേരുമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരാമുഖം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ബൂസീർ എന്ന സ്ഥലത്ത്, ദിലാസ് എന്ന സ്ഥലത്ത്, ഈജിപ്തിലെ ദിലാസ് എന്ന സ്ഥലത്ത് ജനിച്ചു. ഇതെന്നാ AD ഇപ്പം 2007 ആണല്ലോ. AD 1213 മഹാൻ ജനിക്കുന്നത്. 1213 ജനിച്ച് 1295 ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ്. ഈ കാലയളവാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ തന്റെ രചനാപാഠവം മികവുറ്റതായിരുന്നു. ആരുടെ മുമ്പിലും ഒരു വരി കവിത അങ്ങ് ഇട്ടാൽ ആ കവിതക്ക് എന്തൊന്നില്ലാത്ത ഒരു സൗന്ദര്യം. ഇത് ശരിക്ക് കൊട്ടാരക്കവികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൊട്ടാരക്കവിയായിരുന്നു ബഹുമാനപ്പെട്ടവര്. കൊട്ടാരങ്ങളിൽ കവിതയാലപിച്ച് കവിയരങ്ങുകളില് 1ാം സമ്മാനം നേടിയ ആളാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചും എഴുതുന്നുണ്ട്. പക്ഷേ കുറച്ചിങ്ങ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം പാടണമെന്ന് ചിന്തിക്കുകയും ഇമാമിന്റെ കൊട്ടാര സദസ്സുകളിൽ കിട്ടിയ അംഗീകാരമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാം ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എല്ലാ ആയുസ്സും എന്റെ മുഴുവൻ കഴിവും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി തീരുമാനിക്കുകയാണ്. ഇത് ഇമാം ബൂസിരിയുടെ ബുറുദയിലെ തന്നെ 140-ാം വരിയിൽ ഇതിലേക്ക് സൂചനയുണ്ട്. ഖദംതുഹു ബിമദിഹിൻ അസ്തഖീലു ബിഹി ذنوب عمر مضى في الشعر والخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി പറയുകയാണ്, ഖദംതുഹു ബിമദിഹിൻ, എന്റെ ഈ കാവ്യ സമാഹാരം കൊണ്ട് ഞാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സേവകനാവുകയാണ്. അവിടത്തേക്ക് വേണ്ടി വലിയ ഒരു സേവനമാണ് ഞാൻ ഇത് മുഖേന ചെയ്യുന്നത്. ഖദംതുഹു ബിമദിഹിൻ അസ്തഖീലു ബിഹി, ഈ രചന കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാഴിച്ചു കളയാനുള്ള ശബമാണ്. ദുനൂബ ഉംരിൻ മദാ ഫി ശിഅരി വൽ ഖിദമി, രാജകൊട്ടാരത്തിലെ സേവനങ്ങൾക്കും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിൽ കവിയരങ്ങിൽ എന്റെ കവിത പാടിക്കൊണ്ട് മത്സരിക്കുന്നതിലുമായി ഞാൻ ഒരുപാട് കാലം തുലച്ചു കളഞ്ഞിട്ടുണ്ട്. ആ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മദ്ഹ് രചിക്കുന്നത്, ഈ കവിത രചിക്കുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ടവർ 140-ാം വരിയിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പം വലിയ അംഗീകാരമായിരുന്നു മഹാനവറുകൾക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് മഹാനവറുകള്
അങ്ങനെ ഈ കവിത രചിച്ച് ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ഈജിപ്തിലെ ഇസ്കന്ദരിയയിൽ ആ മഹാൻ സമുദ്രതീരത്ത് ഇന്നും ഖബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ എത്രയോ ആലിമീങ്ങള്, എത്രയോ പണ്ഡിതന്മാര്, സാദാത്യങ്ങള് അത് നേരിട്ട് പോയി സന്ദർശിച്ചവരാണ്, സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ്. നമുക്ക് ഇമാം ബൂസീരിയുടെ ബുർദയുടെ അവലോകനമായി നാം നടത്തുന്ന ഈ സപ്തദിന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങില് നമുക്ക് ഖൽബറിഞ്ഞ് ആശിച്ചു പോകാം. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത കുറെ ആളുകൾ ഉണ്ടാകും, അതിന് നീ എത്രയും പെട്ടെന്ന് സാധിപ്പിക്കണേ റഹ്മാനെ. പോരാ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും സുന്ദരമായ രൂപത്തില് ചില വരികളൊക്കെ പാടുമ്പോൾ പാടിയാലും പാടിയാലും പൂതി തീരാത്ത വരികള് കസ്സഹിരി ഫീ തറഫി വൽ ബദ്രി ഫീ ഷറഫി തുടങ്ങിയ കവിതകള് വല്ലാതെ ആനന്ദിപ്പിക്കുന്ന കവിതകളുണ്ട്, ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന കവിതകളുണ്ട്. ആ കവിത പാടി ഞങ്ങളുടെ ഹൃദയത്തെ സുഖിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതിന് ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ബഹുമാനപ്പെട്ടവർ ഈ ഖസീദക്ക് വെച്ചിരുന്ന പേര് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ, സൃഷ്ടികളിൽ അത്യുത്തമരായ ഒരു വ്യക്തിയെ പ്രകീർത്തിക്കുന്നതില് കോർത്തിണക്കപ്പെട്ട അൽ കവാകിബുദ് ദുർരിയ, മുത്തുമണികൾ എന്ന വാചകത്തിൽ ബഹുമാനപ്പെട്ടവർ ഇതിന് പേരിട്ടു. ബഹുമാനപ്പെട്ടവർ ഇതിന് പേര് കൊടുത്തത് ഇതാണ്. ഈ ഖസീദക്ക് പേരിട്ടിരുന്നത് അങ്ങനെയാണ്. പിന്നീട് പിൽക്കാലത്ത് ഖസീദത്തുൽ ബുർഇദ എന്ന പേരില്, അതുപോലെ ഖസീദത്തുൽ ബുർദ എന്ന പേരില് എല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ബുർദ യഥാർത്ഥത്തിൽ ബുർഉദ്ദ എന്ന വാക്ക് ലോപിച്ചുകൊണ്ട് ബുർദയായതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാളിട്ട് ആദരിച്ചതുപോലെ ഇമാം ബൂസീരിയെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഷാള് കൊണ്ട് പുതപ്പിച്ച് ആദരിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായവും പറയുന്നത് കാണാം. ചരിത്രങ്ങളാണ്, പല അഭിപ്രായങ്ങളും അവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ആ നിലക്കാണെങ്കിൽ ബുർദ എന്നാൽ പുതപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. പുതപ്പിട്ട് ആദരിച്ച ഖസീദ, കാവ്യ, കവിത എന്ന അർത്ഥത്തിലാണ് ഖസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞത്. അല്ല, ബുർഉദ്ദ, രോഗശമനം എന്ന പദം ലോപിച്ച് അത് പിന്നീട് പറഞ്ഞു ബുർഉദ്ദ എന്ന് പറഞ്ഞ് അത് ബുർദയായി പോയതാണ് എന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാരണം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 160 വരികളുള്ള ഈ ഈരടികള് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും ഇത് കേൾക്കാത്തവരില്ല. എല്ലാ പ്രായം ചെന്ന ഉപ്പമാർക്കും ഇതറിയാം. ഇതിന്റെ ജവാബ് അറിയാത്ത ഒരൊറ്റ കുട്ടിയും കേരളത്തിലില്ല. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ, എത്ര മനോഹരമാണത്. ഇതിനൊക്കെ ചില നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി രചിച്ച് അരവരി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഘട്ടത്തില് ഹബീബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുകൊടുത്ത ആ അരവരി എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്ന ഈ ജവാബിന്റെ സ്വലാത്ത് പൂർത്തിയാക്കുന്നത് ഹബീബ് ചൊല്ലിക്കൊടുത്ത വാചകം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാളൊരിക്കൽ ബുർദ രോഗശമനത്തിന് വേണ്ടി നേർച്ചയാക്കി ചൊല്ലിയിട്ടത് ഫലിച്ചില്ല. മറ്റൊരു മഹാനെ കണ്ട് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾ ഓരോ വരിക്കും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ എന്ന ജവാബ് ചൊല്ലിയിരുന്നോ? അങ്ങനെയാണ് ഇമാം ബൂസീരി അത് രചിച്ചത്. ഓരോ വരിക്കും മൗലായ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാൽ അങ്ങനെ ചൊല്ലൂ. ഓരോ വരിക്കും ചൊല്ലിയപ്പോൾ ആ മഹാന്റെ രോഗം സുഖപ്പെടുകയും ചെയ്തു. ഉറപ്പാണ്. നിങ്ങൾ ഒരു വിഷയത്തിന് നേർച്ചയാക്കി ബുർദ ചൊല്ലി നോക്കൂ. ബുർദയുടെ ഓരോ വരികളിലും നിങ്ങൾ ഈ മൗലായ എന്ന ജവാബ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. കുറച്ച് ക്ഷമിക്കേണ്ടി വരും, കുറച്ച് ദീർഘമാണ്. ഇത് കഴിയുന്നത് വരെ നിങ്ങൾ ക്ഷമാപൂർവം ഖിബ്ലക്ക് മുന്നിട്ട് വുദൂ ചെയ്ത ഭക്തിപൂർവം അതോടൊപ്പം അതിന്റെ ആശയങ്ങൾ അല്പം ഗ്രഹിച്ചും കൂടെ ആണെങ്കിൽ നിങ്ങളറിയാതെ റൗദയിലെത്തിപ്പോകും, മക്കയിലെത്തിപ്പോകും, മദീനയിലെത്തിപ്പോകും, ഗാർ ഹിറ, അതുപോലെ തന്നെ ഗാർ സൗർ. ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ മനസ്സുകൾ സഞ്ചരിക്കും. എന്തുകൊണ്ട്? ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്.
ഒരു ഭാഗത്തേക്കും ഇമാം ബൂസീരി കൊണ്ടുപോകാത്തതില്ല, എല്ലാ ഘട്ടങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ആ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി രോഗം ബാധിച്ച് കിടക്കുന്നു, വാതരോഗം പിടിപെട്ടു. ബഹുമാനപ്പെട്ടവർ അത് സുഖപ്പെടണമെന്ന നിയ്യത്തോടുകൂടിയാണ് ഈ കവിത രചിക്കുന്നത്. അങ്ങനെ ഈ കവിത രചിച്ച് പൂർത്തിയാകാനാകുമ്പോഴേക്ക് രോഗം സുഖപ്പെടുന്നു. രോഗം സുഖപ്പെട്ടു എന്ന് രോഗം സുഖപ്പെടുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് ഈ കവിത ഇങ്ങനെ ആലപിച്ചു കൊടുത്തു. കവിത ആലപിച്ചു കൊടുത്തപ്പം അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ ആനന്ദിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള ഈ കവിത കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹമാസകലം ഒന്ന് തടവിക്കൊടുത്തു. അല്ല, അവിടുത്തെ ഷാളെടുത്ത് ശരീരത്തിൽ പുതപ്പിച്ചു കൊടുത്തു. രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട്, തിരുദർശനമുണ്ടായിട്ടുണ്ട്. തിരുദർശനത്തിലൂടെ തന്റെ രോഗശമനം കിട്ടി, തനിക്ക് രോഗശമനം കിട്ടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പിറ്റേന്ന് അതാ പുറത്തിറങ്ങുന്ന സമയത്ത് തന്റെ രോഗം ശിഫയായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവര് അതാ അവിടുന്ന് പാടി, വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. ബഹുമാനപ്പെട്ടവർ പാടി. ഇത് നമുക്ക് 149-ാം വരിയിൽ കാണാം. തന്റെ രോഗം അപ്പോഴേക്ക് സുഖപ്പെട്ടു. സുഖപ്പെട്ടപ്പം പാടിയ വരിയാണത്. വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു, എന്റെ ചിന്താമണ്ഡലങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹു ചെയ്യാൻ, പ്രകീർത്തിക്കാൻ വേണ്ടി ഞാൻ ജോലിയാക്കിയപ്പോൾ വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി, എന്റെ മോക്ഷത്തിനു വേണ്ടി ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ ഏറ്റെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഏറ്റെടുപ്പുകാരനായിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടെത്തിച്ചു. വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി, എന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മറ്റൊരാളും ഏറ്റെടുക്കാത്ത രൂപത്തിൽ ലോകത്ത് നിസ്തുലനായി എന്റെ വിഷയം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഒരു നേതാവായിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ, രോഗം സുഖപ്പെട്ട് ഈ കവിതയും ചൊല്ലി ബഹുമാനപ്പെട്ടവര് പിറ്റേന്ന് റോട്ടിലിറങ്ങിയ സമയത്ത് അതാ തന്നെ വഴിയിൽ വെച്ച് കാണുന്നു ഇമാം ഖർബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. എന്തേ? അദ്ദേഹം പുറത്തിറങ്ങുമ്പോ ഇമാം ബൂസീരി പുറത്തിറങ്ങുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബുർ റജാ എന്ന് പറയുന്ന മഹാനെ അദ്ദേഹം കാണാനിടയായി. ശൈഖ് അബുർ റജാ കണ്ട ഉടനെ തന്നെ എന്റെ കൂട്ടുകാരനാണ്. ബഹുമാനപ്പെട്ട ബൂസീരി പറയുന്നു, കണ്ട ഉടനെ തന്നെ അബുർ റജാ എന്നോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്ത ആ കവിതയുണ്ടല്ലോ അതിങ്ങ് താ എന്ന് പറഞ്ഞു. ആരോടാ? ഇമാം ബൂസീരിയോട്. ഇമാം ബൂസീരി ഇത് പുറത്തൊരൊറ്റ കുട്ടിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. താൻ ഉണ്ടാക്കി, ആരും അറിയാതെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുള്ളൂ. ഒറ്റ കുട്ടിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴാ ശൈഖ് അബുർ റജാ കണ്ടിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഇപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മദ്ഹ് ആയി പാടിയ ആ ഖസീദയുണ്ടല്ലോ, ആ കവിത അതെനിക്ക് വിട്ടുതരണം, ഞാനൊന്ന് പാടി നോക്കട്ടെ എന്ന് ശൈഖ് അബുർ റജാ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്രേ, എനിക്ക് ഒരുപാട് കവിതകളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. അയ്യ ഖസീദത്തിൻ തുരീദ്, ഏത് കവിതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖസീദത്തു മുഹമ്മദിയയുണ്ട്, ഖസീദത്തു മുദരിയയുണ്ട്, ഖസീദത്തുൻ നൂറുണ്ട്, ഖസീദത്തുൽ ലാമുണ്ട്, ഖസീദത്തുൽ ഹംസിയയുണ്ട്, ഖസീദത്തുൽ ഹംസിയയുണ്ട്, തഖ്ദീസുൽ ഹറമി മിൻ തദ്നീസിൽ ദിറം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി ഇതൊക്കെ കവിതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട്, നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇമാം ബൂസീരി ഒരുക്കിയ കവിതകളാണ് ഖസീദത്ത് മുഹമ്മദിയ. 16 വരി ഉൾപ്പെടുന്ന 16 വരിയുള്ള ഖസീദത്ത് മുഹമ്മദിയ, 41 വരിയുള്ള ഖസീദത്ത് മുദരിയ, അതുപോലെ തന്നെ 60 വരിയുള്ള ഖസീദത്തുൻ നൂർ. മാത്രമല്ല ഖസീദത്തുൽ ലാം 292 വരികൾ, ഇതിനേക്കാൾ ഗംഭീരമാണ്, വലിപ്പമുള്ളതാണ്. ഖസീദത്തുൽ ഹംസിയ 456 വരികൾ, തഖ്ദീസുൽ ഹറമി മിൻ തദ്നീസിൽ ദിറം 97 വരികൾ. ഇതൊക്കെ എന്റെ കവിതകളാണ്. നിങ്ങൾ ഏത് കവിതയാ ഉദ്ദേശിച്ചത്? അപ്പോഴാ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ആ കവിതയാണ്. ഏത്? അവ്വലുഹാ,
ആ കവിതയുടെ പ്രാരംഭം തുടങ്ങുന്നത് ഞാൻ ചൊല്ലിത്തരാം. ആമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്തദം മൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി എന്ന വരി കൊണ്ട് തുടങ്ങുന്ന കവിതയാണ് എനിക്ക് ആവശ്യം. അതെവിടെയാ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരൊറ്റ കുട്ടിയോടും ഞാൻ ഈ കവിതയുണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല ഷെയ്ഖ് അബ്ദുർ റജാഇന്റെ കൂട്ടുകാരാ, നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഇന്നലെ ഞാൻ അർദ്ധരാത്രി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ സ്വപ്നം കാണുന്ന റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ എങ്ങനെയാ കണ്ടതെന്നറിയോ? തുൻഷിദുഹാ അലാ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവിത നീ ഇങ്ങനെ പാടിക്കൊടുക്കുന്നു, നിങ്ങൾ ആ കവിത ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. ഇമാം ബൂസീരിയോട് പറയാ, നിങ്ങള് റസൂലുള്ളാഹിക്ക് കവിത ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. ഫഹുവ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമായലു വയതഹറക് തഹറുകൽ അഗ്സാൻ. അതാ നല്ല ഇളം കാറ്റില് മരച്ചില്ലകൾ ഇളകും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കവിത കേട്ടിട്ട് ഹബീബ് ഇങ്ങനെ ആടുന്നുണ്ട്. ഹബീബ് അങ്ങനെ ആനന്ദിച്ച് പാടി രസിക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാടുമ്പോ നിങ്ങളുടെ കൂടെ തന്നെ അതാ അതിനൊപ്പിച്ച് ഇളം കാറ്റിലെ മരച്ചില്ലകൾ ഇളകും പോലെ, അത് ആടുന്നത് പോലെ ഇളകുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ ഇതിനു വേണ്ടി ഹരം പിടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസീദത്തുൽ ബുർദയിലെ വരികൾ കേട്ട് ഹരം പിടിക്കുകയാണ്. അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മാസജ്തദം മൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഇത്രയും നാം പറഞ്ഞ ഈ ഖസീദത്തുൽ ബുർദ ചെറിയ ഒരു മുഖദ്ദിമയോടുകൂടെ അങ്ങ് കടക്കാമെന്ന് കരുതിയാണ് ചുരുക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിനെ പോലും തകർക്കുന്ന രൂപത്തിൽ ഇതിന് മുഖദ്ദിമ എഴുതാൻ കഴിയുമെന്ന് മഹാന്മാർ പറഞ്ഞു. അതെന്തായാലും നമുക്കിവിടെ പറയുമ്പോഴേക്ക് നമ്മുടെ സപ്തദിന പ്രഭാഷണം അതിനുവേണ്ടി തന്നെ നീക്കി വെക്കേണ്ടി വരുമല്ലോ, അതിന്റെ ഒരു ഭാഗം പറയാൻ. അപ്പൊ തൽക്കാലം ആമുഖം അത്ര മതി, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ വരി, ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വാതരോഗം പിടിപെട്ടത് സുഖപ്പെടാൻ നേർച്ചയാക്കിയിട്ട് ദാ കവിത രചിക്കുകയാണ്. കവിത രചിക്കുന്നതിന്റെ മുമ്പ് രചനാപാഠവമുള്ള ഇമാം ബൂസീരി എന്തെല്ലാം വിഷയങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തണം. പാട്ട് പിന്നെയാ വരുന്നത്. ആശയങ്ങൾ ബഹുമാനപ്പെട്ടവർ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലികൾ മുഴുവനും ഉൾപ്പെടുത്താൻ പറ്റണം. ഹബീബിന്റെ അതാ പീഡനക്കഥകൾ, ഹബീബ് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനക്കഥകൾ, സഹനക്കഥകൾ എന്റെ കവിതയിൽ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്ന് ചിന്തിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അറിയാതെ കരഞ്ഞു പോകുന്നു. കണ്ടോ, കേട്ടോളൂ, കവി മനസ്സാണ്. എല്ലാ കസീദ എന്ന് പറഞ്ഞാൽ കവിതയാണ്. കസീദ എന്ന കാവ്യരചന തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ ഒരു പ്രേയസിയോട്, ഒരാളുടെ ഒരു കാമുകിയോടുള്ള സംഭാഷണം പോലെയാണ് അറബി പ്രയോഗത്തിൽ കസീദ എന്ന കവിത തുടങ്ങേണ്ടത്. ആ രൂപത്തിൽ തന്നെ, അതേ രൂപത്തിൽ ആ നിയമം പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഏതോ ചില നഷ്ട കഥകൾ ഓർത്തുകൊണ്ട് കരയുകയാണ്. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ബഹുമാനപ്പെട്ടവരങ്ങ് കരഞ്ഞപ്പം ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കണ്ണുനീര് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഓർത്തപ്പം സന്തോഷാധിക്യത്താൽ പൊഴിഞ്ഞ അശ്രുഗണങ്ങളാണ്. ആ അശ്രുഗണങ്ങൾ അങ്ങ് തുടച്ചു നോക്കുമ്പോ തെളിഞ്ഞ അശ്രുഗണങ്ങളല്ല, അതാ ചോര കലർന്ന രക്തം കലർന്ന അശ്രുഗണങ്ങളാണ്. അപ്പോൾ അങ്ങറിയാതെ പാടിപ്പോയതാണ്. ഒന്നാമത്തെ വരി തുടങ്ങുന്നു, ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്ത് പോയതാണോ? അതിനാണോ? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി
മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. മസജ്ത ദംഅൻ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീര് മിക്സ് ചെയ്ത് ഒഴിയത്. മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ, കൺതടാകത്തിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് മിക്സ് ചെയ്തത് ഇതിനാണോ? ബിദമി, രക്തവുമായിട്ട്. എന്തേ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ചോദിച്ചത്? ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചതിനാണോ നീ കൺതടാകത്തിൽ നിന്ന് അണമുറിയാത്ത അശ്രുഗണങ്ങൾ ചാലിട്ടൊഴുക്കിയത്? അത് തെളിഞ്ഞ അശ്രുഗണങ്ങളല്ലല്ലോ, അത് ചെങ്കണ്ണീരാണല്ലോ. സ്വന്തം ശരീരത്തോടാ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നീ കരഞ്ഞു തീർത്തത് കണ്ണീരല്ലല്ലോ, ചെങ്കണ്ണീരാണല്ലോ. എന്തു പറ്റിപ്പോയി? ദൂസലമിലെ കൂട്ടുകാരാലോചിച്ചതിനാണോ ഇങ്ങനെ കരഞ്ഞത്? തീർച്ചയായും കവി ചോദ്യരൂപത്തിലാണ് വിഷയമിടുന്നത്. ആദ്യം സ്വന്തം ശരീരത്തോട് ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്നത് നാം സറാ തൈഫുമൻ. അവിടെ എത്തുമ്പോഴേ ഉത്തരാവുള്ളൂ. അതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ നീ ഇത്രയധികം വിഷമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ചോരച്ചാലൊടുക്കുന്നത്? എന്തേ പ്രശ്നം? നിനക്ക് ദൂസലമിലുള്ള കൂട്ടുകാരെ ഓർത്തുപോയതാണോ? എന്താണ് ഈ ദൂസലം? ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം, ഇതിനാണ് ദൂസലം എന്ന് പറയുന്നത്. മദീന മുതൽ മക്ക വരെ, മക്ക മുതൽ മദീന വരെ, ഈ സ്ഥലങ്ങൾക്കാണ് ദൂസലം. സലം വൃക്ഷങ്ങള് നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് അങ്ങനെ ആ പേര് വിളിക്കപ്പെട്ടു എന്നതാണ്. അപ്പൊ എന്തേ അങ്ങനെ തന്നെ പറയാൻ കാരണം? മക്കത്തുള്ള കൂട്ടുകാരെ ഓർത്തിട്ടാണോ കരഞ്ഞത് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ആരാവിടെ വിഷയം? സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ ഓർത്തതാണോ നിന്റെ പ്രശ്നമെന്നാണ്? അല്ലെങ്കിൽ മദീനയിലാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള കിടക്കുന്നത്, ആ നിലക്ക് മദീനത്തുള്ള ഹബീബിനെ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചത്. ചോദിച്ചതെന്താ? ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ കരഞ്ഞത്? എന്തേ അതിന് കാരണം? അള്ളാഹുവിന്റെ ഹബീബിനെ മക്കക്കാരനായി ഒതുക്കാൻ പറ്റില്ല. മക്കയുമായി ഹബീബിന് ബന്ധമുണ്ട്, മദീനയുമായി ബന്ധമുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തളച്ചിടാൻ പറ്റിയ ബന്ധമല്ല. മക്കയും മദീനയും ഉൾപ്പെടണം. രണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ വാക്കിൽ ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ, മക്ക മദീന പരിസരങ്ങളിൽ വസിക്കുന്ന നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ കരയുന്നത്? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ഇനി ഇവിടെ ഈ ഒരു വിഷയം മാത്രമല്ല, ആ പദം ശ്രദ്ധിച്ചോ നിങ്ങൾ. ജീറാനിൻ ബിദി സലമി, ദൂസലമിലെ കൂട്ടുകാർ. നമുക്കൊക്കെ അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി മദ്ഹ് ചെയ്യുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ നാം അലഞ്ഞു തിരിഞ്ഞു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാനെത്തുന്ന ഖൈറ മുൽതസിമി എന്ന് മഹാനവറുകൾ പാടിയ, നമ്മെ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല ഉത്തമനായ ഏറ്റെടുപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ മദ്ഹ് ചെയ്യുന്നതെന്ന് ഉറപ്പാണല്ലോ. എന്നാ പിന്നെ അങ്ങനെ പറയേണ്ടതില്ലല്ലോ. അമിൻ തദക്കുരി ജാരിൻ ബിദി സലമി, ദൂസലമിലുള്ള കൂട്ടുകാരനെ, അയൽക്കാരനെ ഓർത്തിട്ടാണോ നീ കരയുന്നതെന്ന് ചോദിച്ചാൽ മതി. ചോദിച്ചതോ ജീറാനിൻ ബിദി സലമി, ബഹുവചനമായിട്ടാ പ്രയോഗിക്കുന്നത്. അയൽക്കാർ എന്ന്, ദൂസലമിലെ അയൽക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അവരെ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ നാം അലഞ്ഞു തിരിഞ്ഞു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാനെത്തുന്ന ഖൈറ മുൽതസിമി എന്ന് മഹാനവറുകൾ പാടിയ, നമ്മെ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല ഉത്തമനായ ഏറ്റെടുപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ മദ്ഹ് ചെയ്യുന്നതെന്ന് ഉറപ്പാണല്ലോ. എന്നാ പിന്നെ അങ്ങനെ പറയേണ്ടതില്ലല്ലോ. അമിൻ തദക്കുരി ജാരിൻ ബിദി സലമി, ദൂസലമിലുള്ള കൂട്ടുകാരനെ, അയൽക്കാരനെ ഓർത്തിട്ടാണോ നീ കരയുന്നതെന്ന് ചോദിച്ചാൽ മതി. ചോദിച്ചതോ ജീറാനിൻ ബിദി സലമി, ബഹുവചനമായിട്ടാ പ്രയോഗിക്കുന്നത്. അയൽക്കാർ എന്ന്, ദൂസലമിലെ അയൽക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അവരെ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോ
ഹബീബിനെ മാത്രം ഓർക്കാൻ നമ്മുടെ പ്രസ്തുത കവിക്ക്, പ്രശസ്തനായ കവി ഇമാം ബൂസീരിക്ക് സാധ്യമല്ല. അതാണ് പ്രശ്നം. റസൂലുള്ളാഹിയുടെ കഥ പറയുമ്പം, റസൂലുള്ളാഹിയെ വർണ്ണിച്ച് പാടുമ്പോ ഹബീബിനെ മാത്രം ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ഹബീബിനെ കുറിച്ച് മദ്ഹ് പാടുമ്പോ ഹബീബിന്റെ ഹിജ്റ മനസ്സിലേക്ക് തെളിയുകയല്ലേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുമ്പം ഹബീബിന്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു മുഹമ്മദുർ റസൂലുള്ളാഹി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ചിന്തിക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റി നിർത്തിയിട്ട്, അലി ഇബ്നു അബീ താലിബിനെ മാറ്റി നിർത്തിയിട്ട്, ഫാത്തിമ ബീവിയെ മാറ്റി നിർത്തിയിട്ട്, ഖദീജ ബീവിയെ മാറ്റി നിർത്തിയിട്ട്, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ലക്ഷോപലക്ഷം സഹാബാ കിറാമിനെയും സഹാബിയാത്തിനെയും മാറ്റി നിർത്തിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഓർക്കാനും പറയാനും പാടാനും കഴിയില്ല. അതുകൊണ്ടാ പറഞ്ഞത് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന സഹാബത്തടക്കം മക്ക മദീനയുടെ പരിസരങ്ങളിൽ കിടക്കുന്ന ആ മഹാന്മാരെല്ലാവരും ഉൾപ്പെടും. സഹാബാ കിറാമിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ആ പഴയ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ, അവരുടെ കഥയെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്, വേദനിക്കുന്നത്, കണ്ണീരൊഴുക്കുന്നത്? അല്ല, ചെങ്കണ്ണീരൊഴുക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. അതാണ് അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർക്ക് പറയുമ്പോ അവര് ഓർക്കുന്നത് ആരെയല്ല, ശരിക്കും ശ്രദ്ധിക്കണം. ഇവർ ഓർക്കുന്നത് ആരെയല്ല? 1500 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാൾ എന്ന് പറഞ്ഞ്, അങ്ങനെ ഒരാൾ മരിച്ചുപോയി, മണ്ണായി ദ്രവിച്ചു, ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ മഹാന്മാർ ഓർക്കുന്നത്, ഈ പറഞ്ഞ ആളുകളൊന്നും ഓർക്കുന്നത്. ഇവർ ഓർക്കുന്നത് ഇന്നും മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലമു അന്ന ഫീക്കും റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ട്, ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇവർ ഓർക്കുന്നത്. അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ കൂടിയ അനുഭൂതിയാണ്. സിദ്ദീഖുൽ അക്ബറിന് കൈകൊടുത്ത അനുഭൂതിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സലാം പറഞ്ഞ അനുഭൂതി. ഇതൊക്കെ ഇല്ലാതെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ മാത്രം ഓർക്കാൻ അവർക്ക് സാധ്യമല്ല. പലരെയും ഈ സംഭവം പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും, പലരുടെയും ഓർമ്മകൾ മനസ്സിലേക്ക് കോറിയിടും. പക്ഷേ ആ കൂട്ടത്തില് സിദ്ദീഖുൽ അക്ബറിനെ എങ്ങനെ മറക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അങ്ങനെ ഹിജ്റ പോകുമ്പോ നബി തങ്ങൾ വീട്ടിൽ പോയി വിളിച്ച്, അതാ ഇന്ന സ്ഥലത്തേക്ക് വാഹനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു മറ്റൊരാള് ഏർപ്പാടാക്കി. ആ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ നീങ്ങുമ്പോ, അതാ കുറെ നടന്നു നീങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോല്, ശരീരത്തിലെ തോൽ ഭാഗങ്ങൾ വളരെ നിർമ്മലമായിരുന്നല്ലോ ഹബീബിന്റേത്. ലോലമായ ചർമ്മങ്ങളായിരുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ചർമ്മങ്ങൾ, മിനുസമുള്ള ചർമ്മങ്ങൾ. ഇൻഷാ അല്ലാഹ് ബുർദയിലെ വരികളിൽ തന്നെ വരുന്നുണ്ട് മുത്തറഫൽ അദമി എന്ന് പറയുന്ന ഒരു പ്രയോഗം. അവിടെ വെച്ച് പറയാം, നല്ല മിനുസമുള്ള തൊലി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിന്റെ ഉള്ളം കയ്യ്. ഈ കയ്യിനെ പോലെ മിനുസമുള്ള ഒരു പട്ടു പോലും ഞാൻ കണ്ടിട്ടില്ലെന്ന് മഹാന്മാരായ സഹാബാ കിറാം പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെയാണ് ഹബീബിന്റെ കാലും. അങ്ങനെ ഹിജ്റയുടെ രാത്രി ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബിന്റെ കാല് പൊട്ടിപ്പോയി. കാല് പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. ശത്രുക്കളെ ഉറക്കിക്കിടത്തിയാണല്ലോ പോന്നത്. ശത്രുക്കളുടെ തലയിൽ യാസീനോതി മന്ത്രിച്ച്, യാസീനിലെ ആദ്യ വരികൾ ഓതി, അതിൽ മന്ത്രിച്ചത് തലയിലിട്ടാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോരുന്നത്. അങ്ങനെ നടന്നു നടന്നു നീങ്ങുന്നു. ഇവർ ഉണരുമ്പോഴേക്ക് ലക്ഷ്യത്തിലെത്തണം എന്ന നിലക്കു തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ രാപ്പലായനം. ആ സമയത്താണ് രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിലാവുള്ള സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിന്നിലുണ്ട്. സിദ്ദീഖ് കാണുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലായി
സുദ്ദീഖ് മാറി മാറി നിൽക്കുന്നു. യംശി തൗറൻ അൻ യമീനിഹി വതൗറൻ അൻ ശിമാലിഹി വതൗറൻ അമാമഹു വതൗറൻ ഖൽഫഹു. മഹാന്മാർ പറയുന്നു, ഒരിക്കൽ വലതുഭാഗം ചേർന്ന് നടക്കും, പിന്നെ ഇടതുഭാഗം ചേർന്ന് നടക്കും, പിന്നെ ഹബീബിന്റെ മുന്നിൽ നടക്കും, പിന്നെ ഹബീബിന്റെ പിന്നിൽ നടക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തന്റെ സംരക്ഷകനായി നടക്കുമ്പം അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അല്ല സുദ്ദീഖ്, എന്തിനാണ് ബഹുമാനപ്പെട്ട സുദ്ദീഖ് ഇതാ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാ പോരെ, എന്തിനാ അങ്ങനെ മാറിക്കളിക്കുന്നത് എന്ന് ചോദിച്ചു. ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായിട്ട് ഇങ്ങനെ മാറണോ? സുദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ? ഖൗഫൻ അലൈക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭയമായതുകൊണ്ടാണ്, പേടിയായതുകൊണ്ടാണ് ഹബീബേ. വലതുഭാഗത്ത് നടക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇടതുഭാഗത്തിലൂടെ ശത്രു വരുമോ, ഇടതുഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് മുന്നിലൂടെ ശത്രു വരുമോ, അവിടെ പ്രതിരോധ മതിൽ സൃഷ്ടിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അല്ല നബിയെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പിന്നിലൂടെ ശത്രു വരുമോ. അങ്ങനെ മാറി 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 4 ഭാഗങ്ങളിലും മാറി മാറി ഞാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് യാത്ര. അതിനിടെയാണ് സുദ്ദീഖുൽ അക്ബർ കാണുന്നത്, പിന്നിൽ നിന്ന് യാത്ര ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാല് പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുന്നു. ആ രംഗം കണ്ടപ്പോ ഹബീബിനോട് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ കരഞ്ഞുകൊണ്ട് പറയുന്നു, അഫ്വൻ യാ റസൂലല്ലാഹ് വഖദ് ഹുഫിയത് ഖദമാക യാ ഹബീബല്ലാഹ്. നബിയേ ക്ഷമിക്കണം നബിയേ, മാപ്പാക്കണം നബിയേ, പാവപ്പെട്ട സുദ്ദീഖ് കണ്ടിട്ടില്ലായിരുന്നു നബിയേ, അങ്ങയുടെ തിരുപാദം പൊട്ടിയിട്ടുണ്ട് നബിയേ, രക്തമൊലിക്കുന്നുണ്ട് നബിയേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, നിൽക്കണം അവിടെ, ഇനി അന്ന് നടക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, ശരിയാണ് സുദ്ദീഖ്, എത്രയോ നേരത്തെ കാല് പൊട്ടിയിട്ടുണ്ട്, അതാ കാല് പൊട്ടി രക്തം വരുന്നുണ്ട്, ചോരയൊലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എത്രയോ ഇനിയും നടക്കാൻ ദൂരം പിന്നിടാനുണ്ടായിരിക്കെ നമ്മൾ രക്തമൊലിക്കുന്നു, ചോരയൊലിക്കുന്നു, വേദനയാകുന്നുണ്ട്, കാല് നിലത്ത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷേ അതും പറഞ്ഞ് ഇവിടെ ഇരുന്നാ പറ്റുമോ? ശത്രുക്കളെ ഉറക്കിക്കിടത്തിയല്ലേ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സുദ്ദീഖെ വിശ്രമിക്കാൻ സമയമില്ല, ആവും പോലെ നടക്കണം. ബഹുമാനപ്പെട്ട സുദ്ദീഖ് പറയുന്നു, നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഹബീബേ ഞാൻ അറിയാതെയാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ട് നടക്കണം, നടക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, വിശ്രമിക്കാനല്ല അങ്ങയോട് ഞാൻ പറഞ്ഞത്. ഇതാ അങ്ങേക്ക് പൊരുത്തമാണെങ്കിൽ അഹ്മിലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഒട്ടും നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ അങ്ങയെ എടുത്ത് തോളിലിട്ട് നടന്നുകൊള്ളാം എന്ന് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ തോളിലിട്ടിട്ട് അതാ റസൂലുള്ളാഹിനേക്കാൾ അല്പം 2 ചില്ലറ വയസ്സ് ചുരുങ്ങിയ ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ തോളിലിട്ട് ആ നിലാവുള്ള രാത്രിയിൽ മറ്റൊരാളും കാണാനില്ലാതെ ഒറ്റക്ക് നടന്നു നീങ്ങുന്ന ആ രംഗം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സ്മരിക്കുമ്പോ സുദ്ദീഖിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? കഴിയില്ല. ഇതാണ് തന്റെ പ്രിയപ്പെട്ട സഖാക്കളെ മാറ്റി നിർത്തിയിട്ട് ഈ നേതാവിനെ ഓർക്കാൻ കഴിയില്ല. ഇതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലിട്ട് നടന്നു നീങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെ ചിന്തിക്കണം, 10 വയസ്സുള്ള നിങ്ങളുടെ കുഞ്ഞ് മുറ്റത്ത് വീണ് കാലൊടിഞ്ഞു. സങ്കല്പിക്കാം, കോണിപ്പടി ഇറങ്ങുമ്പം വീണ് കാലൊടിഞ്ഞു, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പം മുറ്റത്തേക്ക് ഇറങ്ങുമ്പം വീണ് കാലൊടിഞ്ഞു. ആ കുട്ടിയെ നിങ്ങൾ ഉടനെ തന്നെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, നിങ്ങളുടെ കാറിൽ എടുത്തിട്ട്. എവിടെ എത്തി? ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് വരെ കാറ് വന്നിട്ടുണ്ട്. റൂമിലേക്ക് കാറ് പോകുമെങ്കിൽ കാറങ്ങ് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ധാരണ. ഇനി ഹോസ്പിറ്റലിന്റെ മുറ്റത്തെത്തി നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഇറക്കി ഡോക്ടറുടെ അകത്തേക്ക്, മുറിയിലേക്ക്, റൂമിലേക്ക് ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകണമല്ലോ. ഇവന് നടക്കാൻ വയ്യ, 10 വയസ്സേ ഇവനുള്ളൂ. ആ കുഞ്ഞിനെ എടുത്ത് നമ്മൾ ഡോക്ടറുടെ അകത്തേക്ക് കയറുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോർത്തോളൂ, കുറച്ചു ദൂരം നടക്കാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയല്ലേ കുഞ്ഞിനോട്, മോനെ ഒപ്പിച്ച് നടക്കാൻ കഴിയോ? ഉപ്പ വേണമെങ്കിൽ കൈ പിടിച്ചോളാം.
10 വയസ്സായ കുട്ടിയെ എടുക്കുമ്പോഴേക്ക് നമുക്ക് ക്ഷീണം, നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല അല്ലേ? 4 വയസ്സായ കുഞ്ഞിനെ എടുത്ത് നടക്കുമ്പോൾ, 3 വയസ്സായ ഒരു കുഞ്ഞിനെ നിങ്ങൾ എടുത്ത് നടക്കുമ്പോൾ, 2 വയസ്സായ ഒരു കുഞ്ഞിനെ നിങ്ങൾ എടുത്ത് നടക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനോട് പറയുന്നത് എന്താ? അങ്ങേ പുറത്ത് പീടികയിലെത്തുമ്പോ ഉപ്പ മിഠായി വാങ്ങിത്തരാൻ നടക്കോ മോനെ? എടുക്കാൻ കഴിയുന്നില്ല. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇവിടെയാണ് എടുക്കുന്നത്. ആരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, അള്ളാഹുവിന്റെ ഹബീബ് ഹിജ്റ പോകുന്ന രാത്രിയിൽ ഹബീബിന്റെ വയസ്സ് എത്രയാ? 53 വയസ്സുള്ള നബിതങ്ങളെയാണ് എടുത്ത് തോളിലിട്ട് നടക്കുന്നത്. ആ രംഗം ഒന്ന് ഓർത്തു നോക്ക്. ഈ സുദ്ദീഖിനെ മാറ്റി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കാൻ കഴിയോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റി നിർത്തിയിട്ട് ഓർക്കാൻ കഴിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റി നിർത്തിയിട്ട് ഓർക്കാൻ കഴിയുമോ? കഴിയില്ല. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് കാണിച്ച അടുപ്പം, ആ സ്നേഹം, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിൽ കാണിച്ച നിർബന്ധ ബുദ്ധി, ഇത് പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു വരിയല്ലേ വ്യാഖ്യാനിക്കാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതാനും ചില വരികൾ നമുക്ക് ടച്ച് ചെയ്യണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത വരിയിലേക്ക് നീങ്ങാം. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, സലമിലുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്തതിനാണോ? നിന്റെ കൺതടാകത്തിൽ നിന്ന് നീ രക്തം കലർന്ന കണ്ണീരൊഴുക്കിയത് എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണീരൊഴുക്കുന്നത് ഇതിനാണോ? ഇഷ്ടതോഴര് ഓർക്കുമ്പം കരയുമോ? സന്തോഷം കൊണ്ട് മനുഷ്യൻ കരയുമോ? കരയും, തീർച്ചയാണ്. സന്തോഷം കൊണ്ട് കരയും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഖസീദ തുടങ്ങേണ്ടതും. അതാണല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇംറുഉൽ ഖൈസ്. വളരെ ഭംഗിയായ ഒരു അറബി സാഹിത്യകാരൻ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അയാൾ കവിത ആരംഭിക്കുമ്പോ അയാൾ പറയുന്ന വാക്ക് തന്നെ അതാണ്, നിൽക്കൂ അവിടെ, നമുക്കൊന്ന് കരയാം. പ്രിയപ്പെട്ട പ്രിയതമയുടെ വീട് ആലോചിച്ചൊന്ന് കരയാം. അവരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ വീട് ആലോചിച്ചൊന്ന് കരയാം. അവരുടെ ഓർമ്മ കൊണ്ട് കരയാം. അവരെ കുറിച്ചോർത്ത് കരയാം. അവരുടെ വീടിനെ കുറിച്ചോർത്ത് കരയാം. അവരുടെ ചുമര് കാണുമ്പം കരയുകയാണ്. ലൈല മജ്നൂൻ ചെയ്തിരുന്നത് അതായിരുന്നു. ലൈലയുടെ ആ ചുമര് കാണുമ്പോഴേക്ക് കരയുകയാണ്. ഇൻഷാ അല്ലാഹ് ആ വരികളൊക്കെ വരുമ്പം, അത് സംബന്ധമായ വരികൾ വരുമ്പോൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ അതാ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നബിയെയും സഹാബത്തിനെയും ഓർത്തപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ കരയുന്നു. സന്തോഷം കൊണ്ട് കരയുകയോ? തീർച്ചയായിട്ടും സന്തോഷം കൊണ്ട് കരയും, ദുഃഖം കൊണ്ട് കരയും. എവിടെയാ? കണ്ടില്ലേ നിങ്ങൾ? എയർപോർട്ടിൽ പോയാൽ 2 കരച്ചിലും നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാം. ദുഃഖം കൊണ്ട് കരയുന്നതും കാണാം, സന്തോഷം കൊണ്ട് കരയുന്നതും കാണാം. പ്രിയതമനെ യാത്രയാക്കി അല്ലെങ്കിൽ മോനെ യാത്രയാക്കി അങ്ങോട്ട് കയറിപ്പോകുന്നവർ അവർ കരയുന്നത് കാണാം. അവർ ദുഃഖത്താലുള്ള കരച്ചിലാണ്. കയറിപ്പോകുന്നവനും അങ്ങനെയാണ്. പൊതുവെ പ്രവാസികൾക്കൊരു പ്രയോഗമുണ്ട്, മയ്യത്തുണ്ടും പോലെ ഗൾഫിക്ക് പോകലും. കാരണം അങ്ങോട്ട് പോകാൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല, ഇങ്ങോട്ട് വന്നതുപോലെ ആവില്ല, തീരെ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങോട്ട് പോകാൻ. അപ്പൊ അതൊരു നിർബന്ധിതാവസ്ഥയിലുള്ള യാത്രയാണ്. ആ കരച്ചിൽ, കണ്ണീര് യഥാർത്ഥത്തിൽ സങ്കടത്തിന്റെ കണ്ണീരാണ്. ഇനിയോ 2-3 വർഷം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ഓർത്തിട്ട് കരയുക എന്ന് പറഞ്ഞാൽ ആ ഓർമ്മയുടെ സന്തോഷം കൊണ്ട്, അവരെ കുറിച്ചുള്ള സന്തോഷം കൊണ്ട് കരഞ്ഞതാവാം. അല്ല, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖിച്ചു കരയാൻ അനുഭവങ്ങളുണ്ട്. ഒരുപാട് പീഡനങ്ങൾ, അവർ സഹിച്ചുപോയ ഒരുപാട് പീഡനങ്ങളുടെ കഥകളുണ്ട്. അതൊക്കെ ആലോചിച്ച് സങ്കടം കൊണ്ട് കരഞ്ഞതാവാം. അല്ല, സ്നേഹം കൊണ്ട് കരഞ്ഞതാവാം. സന്തോഷം കൊണ്ട് കരയുമെന്നതിനാണല്ലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറഞ്ഞത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ ഇത് കൂടുതൽ ബോധ്യപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് കരഞ്ഞോ? തീർച്ചയായിട്ടും. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന ആയത്തിറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ കരയുന്നത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നബിയെ ശേഷം നിങ്ങൾക്ക് അല്ലാഹു നൽകും, ശേഷം റബ്ബ് നിങ്ങൾക്ക് തരും. ഫതർലാ, അങ്ങനെ നിങ്ങൾക്ക് പൂതി തീരും. പൂതി തിരുവോളം തരുന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് മാനസിക സായുജ്യം വരുവോളം തരും നമ്മള്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ,
ഹബീബ് കരഞ്ഞപ്പോ എന്തേ നബിയെ നിങ്ങൾ കരയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അതെ, അല്ലാഹു എനിക്ക് തന്ന ഓഫർ ഞാൻ ഉപയോഗപ്പെടുത്തും. ഞാൻ പൊരുത്തപ്പെടാത്തത് വരെ, എനിക്ക് തൃപ്തിയായി എന്ന് പറയാത്തത് വരെ അള്ളാഹു എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ എന്റെ ഉമ്മത്തികളിൽ ഏതെങ്കിലും ഒന്ന് നരകത്തിലുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് പറയും, പടച്ചവനെ തൃപ്തിയായിട്ടില്ല, അവരെയും കൂടെ മോചിപ്പിക്കണമെന്ന്. റഹ്മാനായ റബ്ബേ, ഈ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നരകത്തിൽ കടന്നിട്ട് ശഫാഅത്ത് ലഭിക്കുകയല്ല, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം. പക്ഷേ ഞങ്ങളുടെ പാപ്പാധിക്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ബേജാറുണ്ട് റബ്ബേ. പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് നരകത്തിൽ കടക്കാതെ തന്നെ മോചിപ്പിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, കണ്ടോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷം കൊണ്ടായി കരഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ അലയ്യ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് വരൂ, നിങ്ങൾ എന്റെ മേലൊന്ന് ഓതി തരൂ. അബ്ദുല്ലാ വരൂ, നിങ്ങളൊന്ന് ഓത്, നന്നായി ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻസില യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ അങ്ങയുടെ മേൽ ഖുർആൻ ഓതി തരേ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതി തരേ? അത് നിങ്ങൾക്കല്ലേ നബിയെ അവതരിച്ചത്, നിങ്ങൾക്കിറങ്ങിയ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതി തരേ? നബി തങ്ങൾ പറഞ്ഞു, അതേ അതേ ഇബ്നു മസ്ഊദ്, ശരിയാണ് നീ പറഞ്ഞത്. പക്ഷേ ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ അല്ലാത്തവർ ഓതുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ ഖുർആൻ വേറൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അങ്ങനെ ഞാൻ ഓതി. ഫഖറഅതു സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ഞാൻ അങ്ങനെ ഓതി 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 എവിടെയെത്തി? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയേ, എന്തായിരിക്കും അവസ്ഥ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ സമുദായത്തിൽ നിന്നും ആ സമുദായത്തിന്റെ മേൽ ഒരു ദൃക്സാക്ഷിയെ നമ്മൾ കൊണ്ടുവരുമ്പം, ബിശഹീദിൻ, ഒരു ദൃക്സാക്ഷിയെ നമ്മൾ കൊണ്ടുവരുന്ന ആ ദിവസത്തെ ഗൗരവം എത്രയായിരിക്കും? ആ ദിവസം എങ്ങനെയുണ്ടായിരിക്കും പരലോകത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ മേൽ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ മേൽ, നൂഹ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ മേൽ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ മേൽ, ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തിന്റെ മേലില് അവരെ തെളിവും സാക്ഷിയുമായി റബ്ബ് കൊണ്ടുവരും. നിങ്ങളുടെ സമൂഹം എന്തു ചെയ്തു എന്നവരോട് ചോദിക്കും. നിങ്ങൾ അവർക്ക് പ്രബോധനം ചെയ്തോ എന്ന് ചോദിക്കും. വകൈഫ ജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഇക്കൂട്ടരുടെ മേലിൽ നിങ്ങളെ ദൃക്സാക്ഷിയായി പരലോകത്ത് കൊണ്ടുവരുന്ന ഘട്ടം, ലോകത്തിന്റെ മുഴുവൻ നേതാവായ നിങ്ങളെ നിങ്ങളുടെ ഉമ്മത്തിന്റെ മേലിൽ ഷഹീദായി കൊണ്ടുവരുന്ന ആ ഘട്ടത്തിൽ മറ്റൊരഭിപ്രായ പ്രകാരം അലാ ഹൗലായി എന്ന് പറഞ്ഞാൽ മുൻപറഞ്ഞ കൂട്ടരടക്കം അവരുടെ എല്ലാവരുടെയും മേലിൽ നിങ്ങളെ ഷഹീദായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെത്ര നല്ല രംഗമായിരിക്കും നബിയേ എന്ന ആ ഭാഗം അങ്ങോദിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്രേ, ഹസ്ബുകല്ലാൻ ഹസ്ബുകല്ലാൻ, ഇനി നിർത്തണം ഇബ്നു മസ്ഊദ്, മതി നിർത്തു. അപ്പൊ ഞാൻ ഫൽതഫത്തു ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് പറയാണ്, അത് കേട്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി. ഓത്ത് നിർത്തണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ നോക്കിയപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണുകളും അതാ തദ്രിഫാൻ, ഇദാ ഐനാഹു തദ്രിഫാൻ, രണ്ട് കണ്ണുകളും കുത്തിയൊഴുകുന്നു. എന്തേ നബി തങ്ങളുടെ കണ്ണുകൾ സജലമായി പോയത്? എന്തേ? സന്തോഷാധിക്യം കൊണ്ട് ഹബീബ് കരഞ്ഞുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ സന്തോഷവും സങ്കടവും രണ്ടും ഒരുപോലെ അലതല്ലിയിട്ടുണ്ടാകുമെന്നാണ് മഹാന്മാർ അഭിപ്രായപ്പെട്ടത്. കാരണം ലോകത്തിന്റെ നേതാവായി റസൂലുള്ളാഹിനെ കൊണ്ടുവരിക, അവിടെ എന്തിനാ കൊണ്ടുവരുന്നത്? ഷഹീദാ, ദൃക്സാക്ഷിയായിട്ടാ കൊണ്ടുവരുന്നത്. നബി തങ്ങളെ കൊണ്ടുവരുന്നത് ലോകത്തിന്റെ മേൽ ദൃക്സാക്ഷിയായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമൂഹത്തിലെ
ഉമ്മത്തിൽ ഓരോ മെമ്പർമാരും എന്ത് ചെയ്തു എന്നതിന് ഷഹീദായി നബിതങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഷഹാദത്തിന്റെ ഷർത്ത് എന്താ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഷാഹിദാവണമെങ്കിൽ, സാക്ഷിയാവണമെങ്കിൽ കാണണം. വിഷയം കാണാത്ത ആള് സാക്ഷി പറയാൻ പറ്റൂല. ഞാൻ ഒരാൾക്ക് സാക്ഷി പറയണമെങ്കിൽ ആ സംഭവം ഞാൻ കാണണ്ടേ? കാണാത്തയാൾ സാക്ഷി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നവീന ചിന്താഗതിക്കാരൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോടാ പറയുന്നത്, ശരിക്കു ചിന്തിച്ചോ. ഇതുകൊണ്ടാണ് സുന്നികൾ പറയുന്നത് എന്ത്? അല്ലാഹുവിന്റെ ഹബീബ് റൗളയിൽ കിടക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിന്റെ നേതാവ് മാണിക്കക്കല്ല് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഈ സംഘടിപ്പിച്ച ബുർദാ മജ്ലിസ് കാണുന്നുണ്ട്. വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ, ദൃക്സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്, ഈ സദസ്സ് കാണുന്നുണ്ട്, സ്വലാത്ത് മജ്ലിസുകൾ കാണുന്നുണ്ട്, നീ ചെയ്യുന്ന നന്മകളും തിന്മകളും കാണുന്നുണ്ട്. അങ്ങകല റൗളയിൽ കിടന്ന് നീ നന്മ ചെയ്യുമ്പം ഹബീബ് ആനന്ദം കൊള്ളുന്നുണ്ട്. നീ തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പം, പ്രത്യേകിച്ച് വർത്തമാന കാലത്തെ മുസ്ലിം സഹോദരന്മാർ തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് ഹബീബ് റൗളയിൽ കിടന്ന് അതിന്റെ പേരിൽ സഹതപിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്നവനെ മുസ്ലിമാകാൻ കഴിയൂ. തീർച്ചയായും നിങ്ങളുടെ അമല് അല്ലാഹുവും അവന്റെ പ്രവാചകരും കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ അമല് അല്ലാഹുവും അവന്റെ റസൂലും കാണും. ഞാൻ ഏതോ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ വസയറല്ലാഹു അമലക്കും വറസൂലുഹു എന്നല്ലേ പറഞ്ഞത്? വസയറ എന്ന് പറഞ്ഞാൽ ശേഷം കാണുന്നല്ലേ അർത്ഥം? ദുനിയാവെന്ന് കാണൂല എന്നാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അള്ളി അങ്ങനെ തന്നെയാണോ? വസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹ് അവരും അങ്ങനെ തന്നെയാണോ, അള്ളാഹ് അങ്ങനെ തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അതിൽ വല്ലാതെ വരഞ്ഞു പോയി, കാരണം അത് ഓർക്കാതെ അത് പറഞ്ഞു പോയതാണ്. സീന് ശക്തിപ്പെടുത്താൻ വേണ്ടി അറബി ഭാഷയിൽ വരാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ആയത്ത് തന്നെ. വേറെയും ആയത്തുകളുണ്ട്. വസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ അമൽ തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ പ്രവാചകനും കാണുന്നുണ്ട്. ഈ സദസ്സ് അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി റൗളയിൽ കിടന്നുകൊണ്ട് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഈ ബുർദാനഗറിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ, ബുർദാനഗറിലെ ദർസ് വിദ്യാർത്ഥികൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, റഹ്മാനായ തമ്പുരാനെ, നിന്റെ ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഈ വേദി ഒരുമിച്ച് കൂട്ടിയത്, ഇവിടെ പ്രസംഗിക്കുന്നത്, ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്. റബ്ബേ, ആ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹ്, ഈ സദസ്സ് നീ പൊരുത്തപ്പെടുന്ന സദസ്സാക്കി തരണം റഹ്മാനെ. ഹബീബ് അങ്ങ് റൗളയിൽ നിന്ന് ഈ സദസ്സ് കാണുന്നുണ്ടല്ലോ, നാളെ ഇതിന് ഗുണമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ഇവിടെ ഇരിക്കുക, വിജയിക്കും നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന സദസ്സിൽ ഇരുന്നത് നമുക്ക് മുതലാകും. കാരണം റസൂലുള്ളാഹി നമ്മളെ കാണുന്നവർക്ക് അങ്ങനെ സാക്ഷി പറയാൻ കഴിയൂ. അത് ആയത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. എന്റെ വിഷയം, സന്തോഷം കൊണ്ട് മനുഷ്യൻ കരയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതേ രൂപത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനീ അൻ അഖറഅ അലൈക ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിന മുഴുവൻ നിനക്കൊന്ന് ഓതി തരാൻ അല്ലാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇലാ ആഖിരിഹി, അതിന്റെ അവസാനം വരെ ഓതി തരാൻ അല്ലാഹ് എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബിനെ വിളിച്ചിട്ട് പറയാ, അല്ലാഹ് ലം യകുനിൽ ലദീന കഫറൂ നിനക്കൊന്ന് ഓതി തരാൻ പറഞ്ഞിട്ടുണ്ട്. ലം യകുനിൽ ലദീന കഫറൂ എന്ന സൂറത്തുൽ ബയ്യിനയുടെ ആശയം പറയുമ്പോഴേ അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അതിലേക്ക് അപ്പോൾ വരുന്നില്ല, കാരണം അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടപ്പെടും. നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ വിഷയം സന്തോഷം കൊണ്ട് മഹാനവറുകൾ കരയുകയാണ്. എന്തേ? ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ചോദിച്ചു, അവ സമ്മാനീലക യാ ഹബീബല്ലാഹ്, അവ സമ്മാനീലക യാ ഹബീബല്ലാഹ്, നബിയെ അല്ലാഹ് എന്റെ പേരെടുത്ത് പറഞ്ഞോ? കണ്ടോ ചോദിക്കുന്നത്? നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബിനെ കാണുമ്പോൾ ഓതി കൊടുക്കണമെന്നോ അതോ ഉബയ്യ് ഇബ്നു കഅബിനെ ഓതി കൊടുക്കണമെന്നോ പറഞ്ഞത്? അല്ലാഹ് എന്റെ പേര് പറഞ്ഞോ? അതാ ചോദിച്ചു. അവ സമ്മാനീലക യാ റസൂലല്ലാഹ്, എന്റെ പേര് നിങ്ങളോട് പറഞ്ഞു നബിയേ? ഖാല നഅം, നബി പറഞ്ഞു, അതേ സുഹൃത്തെ, നിന്റെ പേര് പറഞ്ഞിട്ടാ.
ഉടനെ തന്നെ ചോദിച്ചു, അവദുകിറുതു ഇൻദഹു അവദുകിറുതു ഇൻദ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ അടുത്ത് എന്നെ പരാമർശിക്കപ്പെട്ടു പോയോ നബിയേ? ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു, അതേ ഉബയ്യ്, നിങ്ങൾ സന്തോഷിച്ചോ. തങ്ങൾ പറഞ്ഞപ്പോഴേക്ക് അതാ ഫദരിഫത്ത് ഐനാ, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബിന്റെ 2 കണ്ണുകളും ഒലിച്ചുപോയി. അശ്രുകണങ്ങൾ ചാലിട്ടൊഴുകി. എന്തേ കാരണം? അല്ലാഹ് എന്റെ പേര് പറഞ്ഞല്ലോ ഹബീബിനോട്, ആ സന്തോഷം കൊണ്ടാണ്. അപ്പൊ ഞാൻ രക്ഷപ്പെടും എന്നാണല്ലോ അതിന്റെ പ്രതീക്ഷ എന്ന ആ വലിയ സന്തോഷത്തിലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. സന്തോഷിച്ചുകൊണ്ട് കരയാറുണ്ട്. അതേ രൂപത്തിൽ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാക്കളെയും ഓർക്കുമ്പം സങ്കടപ്പെട്ട് കരയാൻ അവസരങ്ങളുള്ളതുപോലെ സന്തോഷിച്ചുകൊണ്ട് കരയാൻ അതിലേറെ അവസരങ്ങളുണ്ട്. ഇന്നും കണ്ടില്ലേ നിങ്ങൾ, ആശിഖുർ റസൂലായ എത്രയോ പേര്. ഞാൻ UAE പോയപ്പം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ഒരു ആശിഖുർ റസൂൽ. അദ്ദേഹം സൂറത്തുൽ ഖസീദത്തുൽ ബുറുദയിലെ ഒരു വരിയങ്ങ് പാടുമ്പോഴേക്ക് 2 കണ്ണുകളും സജലമായി, 2 കണ്ണുകളും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. എന്തേ കാരണം? ഹബീബിനോടുള്ള സന്തോഷം കൊണ്ടറിയാതെ കരഞ്ഞു പോകുന്നു. മാത്രമല്ല പറഞ്ഞാൽ തന്നെ സലമി എന്ന ഭാഗങ്ങൾ കേട്ടാൽ തന്നെ എന്ന് പറയുമ്പോ ഒരു മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് സ്വാഭാവികമാണ്. കണ്ടോ നിങ്ങൾ, ഓർത്ത് കരയലാണ്, ഓർത്തോർത്ത് സന്തോഷിച്ച് കരയുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കുടുംബവും എത്യോപ്യയിലേക്ക് നേരത്തെ ഹിജ്റ പോയതായിരുന്നു. നബിയും സഹാബത്തും മദീനയിൽ സുഖമായി കഴിഞ്ഞുകൂടുന്നു എന്ന് കേട്ടപ്പോ പതുക്കെ മദീനയിലേക്ക് കടന്നു വരുന്ന ഈ ജഅഫറും കുടുംബവും എത്തിയത് ഖൈബർ യുദ്ധം കഴിഞ്ഞ് വിജയാഹ്ലാദ വേളയിൽ സഹാബത്തും റസൂലും ആ വിജയാഹ്ലാദം കൊണ്ടാടുമ്പോഴാണ് എത്തുന്നത് മദീനയിലേക്ക്. ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെയും കുടുംബത്തെയും കണ്ടിട്ട് ഹബീബ് പൊട്ടിക്കരഞ്ഞു, സഹാബത്ത് മുഴുവനും കരഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്രേ, കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഖൈബറിന്റെ വിജയമാണോ അറിയില്ല, ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മടക്കമാണോ അറിയില്ല, അവർ തിരിച്ചെത്തിയതാണോ അറിയില്ല, എന്തായാലും ഞാൻ കരയുന്നത് സന്തോഷം കൊണ്ട് തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്റെ സഹചാരിയായി നിങ്ങളെ കൂട്ടാനാണ് അല്ലാഹ് കൽപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നബിയെ, നിങ്ങളുടെ ഹബീബായി സിദ്ദീഖിനെ കൂട്ടണമെന്ന് പറഞ്ഞോ? കാരണം ആ നിമിഷങ്ങളൊക്കെ വല്ലാത്ത നിമിഷങ്ങളാണ്. അതുകൊണ്ടല്ലേ സിദ്ദീഖ് ഏറ്റി നടക്കുന്നത് സ്നേഹത്തിന്റെ കടുപ്പമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ചെറുപ്പക്കാരെവിടെ? നബി തങ്ങളോടുള്ള സ്നേഹം എവിടെ? ദിക്റുൽ ഹബീബി ലാ യുമല്ലു അബദ അലത്തമാദി അബദം മുഅബ്ബദാ. പ്രിയപ്പെട്ടവരാണോ അവരെ പറയുന്നത് മടുക്കൂല, അവരെ കേൾക്കുന്നത് മടുക്കൂല. ദിക്റുൽ ഹബീബി ലാ യുമല്ലു അബദ, പ്രിയപ്പെട്ടവനെ ഓർക്കുന്നത്, പ്രിയപ്പെട്ടവരെ പറയുന്നത്, അത് ആ പരാമർശം കേട്ടാലും പറഞ്ഞാലും മടുക്കില്ല. ലാ യുമല്ലു അബദ അലത്തമാദി അബദം മുഅബ്ബദ. കാലാകാലം നീണ്ടു നിൽക്കുന്ന സ്മരണയാണത്. കാലാകാലം പാരാവാര കണക്കെ ഒഴുകുന്ന ഓർമ്മകളാണത്. അത് നിലക്കുകയില്ല എന്ന് കവി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട്. ഇവിടെയൊക്കെ ചിന്തിക്കാൻ മാത്രം വകയുണ്ട് ഇവിടെ. മാത്രമല്ല, കേൾക്കൂ, 2ാമത്തെ വരിയിൽ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടെ ചോദിക്കുന്നു, അപ്പൊ ഈ ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരോ റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും ഓർത്തിട്ടാണോ നീ കരയുന്നത്? അല്ല, മിൻ തിൽഖാഇ കാദിമതി വഔമൽ ബർഖു ഫിൽ ളൽമാഇ മിൻ ഇളമി മൗലായ സ്വല്ലി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓരോ വരിക്കും ചെല്ലണം എന്നാണ് പൂതി. പക്ഷെ അങ്ങനെ ആകുമ്പോഴേക്ക് സദസ്സ് പിന്നെയും നീണ്ടുപോകുമല്ലോ.
അതുകൊണ്ട് ഇടയ്ക്കിടെ അത്യുച്ചത്തിൽ സ്വലാത്ത് ചെയ്യണം. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മോക്ഷത്തിനുള്ള വഴി ഈ സദസ്സ് മുഖേന അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, പിന്നെയും നോക്കൂ, ഒരു യഥാർത്ഥത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുകൊണ്ടാണ് അടുത്തൊരാൾ എഴുതിയതായിട്ട് വായിച്ചിരുന്നു ബുർദയെക്കുറിച്ച്. അയാള് നല്ല സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ, അതുപോലെ തന്നെ നല്ല ഉപമാലങ്കാരങ്ങൾ അവതരിപ്പിക്കാനുള്ള കവിയുടെ കഴിവ് എല്ലാം എടുത്തു കാണിച്ചിട്ട് അവസാനം അയാൾ പറയുന്നു, യെരൂശലേമിലുള്ള ഏതാനും ചില സഖികളെ ഓർത്ത്, ഏതാനും ചില പ്രേയസികളെ ഓർത്ത് പാടിയ കവിത റസൂലുള്ളാഹിയുടെ മേലിലേക്ക് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഖുറാഫികൾ ചെയ്യുന്നത്. വിഷയത്തിന്റെ കടുപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. നബിതങ്ങളെ ഇമാം ബൂസീരി ഏതാനും കാമുകികളെ ഓർത്തുകൊണ്ട് നടത്തിയ കാവ്യരചനയാണിത്. വളരെ വ്യക്തമാകും ചിത്രം. പിന്നോട്ട് വായിക്കുന്ന ഒരാൾക്ക് ആരെപ്പറ്റിയാ പറയുന്നത്. കവിത ഫുള്ള് വായിക്കുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ തൽക്കാലം പേന വെച്ച് കീഴടങ്ങുന്ന സ്വഭാവമാണ് കാണുന്നത്. നബിതങ്ങളുടെ ജനനത്തിൽ നടന്ന അത്ഭുത സംഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് അയാൾ എഴുതി പിടിപ്പിക്കുന്നത് ഇതൊക്കെ കിസ്സപ്പാട്ടുകളിലും അതുപോലെ തുരുമ്പ് പിടിച്ച് എന്നോ എടുത്തിടേണ്ട ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടേണ്ട കഥകളിലുമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം അതൊക്കെ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷേ ചിത്രമാർക്കും വ്യക്തമാകില്ലേ. ആദ്യം തന്റെ അനുരാഗത്തിന്റെ കടുപ്പമാണ് ഇമാം പറയുന്നത്. അനുരാഗം കൊണ്ട് കണ്ണീരൊലിപ്പിച്ച കഥ അതിങ്ങനെ പറഞ്ഞ് സ്വന്തം ശരീരത്തെ ചോദ്യം ചെയ്ത് നബിയോടുള്ള സ്നേഹമാണ് എന്നെ കരയിപ്പിച്ചതെന്ന് പറയിപ്പിക്കുന്നു ശരീരത്തോട്. അത് സമ്മതിച്ചതിന്റെ ശേഷം തന്റെ ശരീരത്തിന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അത് വിനയമുള്ളവരുടെ സ്വഭാവമാണത്. ആ വരികൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് പറയണം. കാരണം അവിടെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ കയറിപ്പോയിട്ടുണ്ട്. ചിലരൊക്കെ വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നര ബാധിക്കുന്നത് വരെ ഒരു ഖൈറും ചെയ്തിട്ടില്ല, അതിൽ പക്ഷാതപിച്ചതാണെന്ന് പറയുന്നുണ്ട്. നര ബാധിക്കുന്നത് വരെ ഒരു ഖൈറും ചെയ്യാതെ പക്ഷാതപിച്ചതാണെന്ന് പറയുന്നുണ്ട്. കാര്യത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത്. വിഷയം ഗൗരവപൂർവ്വം ഉണർത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ ഞാൻ ഉണർത്തും. ഞാൻ പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കാൻ തുടങ്ങുന്നത് എന്ന വരി തൊട്ടാണ്. അതോടുകൂടെ ചിത്രം പൂർത്തിയാകും. അവിടെയും പേര് പറയുന്നില്ല. ഇനിയും ആർക്കെങ്കിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷനും കൂടെ തീരുകയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കവിതയോടുകൂടെ വിഷയം തീരുമല്ലോ. ആരെപ്പറ്റി ആ കവിത എന്ന് ഉറപ്പാകും. ഒന്നും എഴുതാനായിട്ട് തനക്ക് ഭ്രാന്ത് പിടിച്ച് എഴുതുന്നതും പറയുന്നതും വിചാരപ്പെടുന്നതുമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്താ, ഇമാം ബൂസീരിയുടെ ഈ വരികളൊക്കെ കാണുമ്പോൾ കുറഞ്ഞൊരു ഭ്രാന്ത് മോഡലിലാണോ അതൊക്കെ പറയുന്നതെന്ന് തോന്നും. അതറിയാത്തത് കൊണ്ടാണ്. സ്നേഹം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. സ്നേഹം എന്താണെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ ഭ്രാന്തായി വിശേഷിപ്പിക്കില്ല. സ്നേഹം അത് തന്നെയാണ്. കണ്ണും കയ്യുമില്ല സ്നേഹത്തിന്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട കവിത വീണ്ടും ചോദിക്കുകയാണ്, എന്താ അവരോർത്തിട്ടാണോ കരഞ്ഞത്? അം ഹബ്ബത്തിരി, അതോ കാറ്റടിച്ചതാണോ പ്രശ്നം? അം ഹബ്ബത്തിരീഹു മിൻ തിൽഖാഇ കാളിമതി, അതോ കാളിമയുടെ ഭാഗത്തു നിന്ന് മന്നമാരുതൻ വന്ന് നിന്നെ തലോടിയതാണോ നിന്റെ പ്രശ്നം? അം ഹബ്ബത്തിരീഹു മിൻ തിൽഖാഇ കാളിമതി വഅൗമദൽ ബർഖു ഫിൽ മാഇ മിൻ നിളമി, അതോ കൂരിരുട്ടുള്ള രാത്രിയിൽ വഅൗമദൽ ബർഖ്, മിന്നൽ പിണര് വീണതോ? കൂരിരുട്ടുള്ള രാത്രിയിൽ മിൻ ഇളമി, ഇളമ് തെരുവിലൂടെ മിന്നൽ പിണര് കണ്ടതാണോ നിന്റെ പ്രശ്നം? കാളിമ ഭാഗത്ത് നിന്ന് കാറ്റ് വന്നതോ അതോ ഇളം പ്രദേശത്ത് മിന്നൽ പിണർന്നതോ നിന്റെ വിഷയം? ഇതൊക്കെ ചോദിക്കുമ്പോ അതാണ് പറഞ്ഞത്, സാഹിത്യ ശൈലിയാണ്. എന്താണ് വിഷയമെന്ന് വിശദീകരിച്ചെങ്കിൽ മാത്രമേ തിരിയൂ. കാളിമ എന്ന് പറഞ്ഞാൽ മക്കയിലേക്കുള്ള റോഡാണ്. അപ്പൊ മക്കയിലേക്കുള്ള റോഡിന്റെ പേരാണ് കാളിമ. കാളിമ റോട്ടിൽ നിന്ന് ഒരു കാറ്റ് ഇങ്ങനെ വന്നതിനാണോ കരഞ്ഞത്? എന്തേ കാരണം? മക്കയുടെ ഭാഗത്ത് നിന്ന് കാറ്റ് വരുമ്പോഴേക്ക് കരയണോ? തീർച്ചയായും. കാരണം എന്താ?
മക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന മന്ദമാരുതനില് തന്റെ ഹബീബിന്റെ പരിമളം ഇമാം ബൂസീരിയുടെ മൂക്കിൽ കയറുന്നു. ഇതാണ് ഇമാം ബൂസീരി കരയുന്നത്. മക്കയിൽ നിന്ന് തെന്നി വരുന്ന ഇളം കാറ്റിൽ ഹബീബിന്റെ പരിമളം ആസ്വദിക്കുന്നു. അത് ആശികീങ്ങൾക്കേ സാധിക്കൂ, അല്ലാത്തവർക്ക് കഴിയില്ല. കിലോമീറ്ററുകൾ അകലെ നിന്ന് യാക്കൂബ് നബി, യൂസുഫ് നബിയുടെ വാസന ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ റൗദയുടെ വാസന ഏതായാലും നമ്മുടെ വരിയിൽ എടുത്തിടുന്നുണ്ട് ഇമാം ബൂസീരി. അവിടെ വെച്ച് ഞാനത് പറയാം. നമ്മളെന്താ റൗദയിൽ പോയിട്ട് മണക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താ നമുക്ക് മണല്ലാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറയാം. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇമാം ബൂസീരി പറയുന്നു, റൗദയുടെ മണ്ണിനെന്തൊരു ഗന്ധം, എത്ര മനോഹരമാണ് ആ ഗന്ധം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ടവര് അതാ വികാരാർദ്രമായ ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് ആയത്തുകളൊക്കെ ഓതി പറയാം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്, യൂസുഫിന്റെ മണം എനിക്ക് കിട്ടുന്നു, യൂസുഫിന്റെ മണം എനിക്ക് കിട്ടുന്നു എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്ന. ഇൻഷാ അല്ലാഹ് അന്ന് നമുക്കതൊക്കെ പറയണം, വിശദീകരിക്കണം. അവിടെ തഫ്സീറുകളൊക്കെ അന്ന് നമുക്ക് വായിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, കാളിമ ഭാഗത്ത് നിന്ന് കാറ്റടിച്ചതിന് എന്തിനാ കരയുന്നത്? മക്കയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് ഹബീബിന്. അതുകൊണ്ട് തന്നെ മക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റില് അതാ ഹബീബിന്റെ പരിമളമുണ്ട്. മക്കയിലാണ് ഹബീബിന്റെ ജന്മ വീടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഇന്നും ഒരു ലൈബ്രറിയായി മക്കയിൽ നിലകൊള്ളുന്നുണ്ട്. ഇന്നും ഒരു ലൈബ്രറി ആയിട്ട് മക്കയിൽ അത് നിലകൊള്ളുന്നുണ്ട്, ഹറമിന്റെ തൊട്ടടുത്ത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവീട് അത് കണ്ടാൽ മൂമിനിന് സ്വാഭാവികമാണ്. ആ മൂമിൻ അങ്ങേയറ്റത്തെ വികാരത്തിലാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ കാണുകയും അതിനോടടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു വികാരാർദ്രമായ മനസ്സ് മുസ്ലിമിന് എവിടെയും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതുണ്ടാകും. വാസസ്ഥലങ്ങൾ ഓർക്കുമ്പം, വാസാവശിഷ്ടങ്ങൾ ഓർക്കുമ്പം സങ്കടപ്പെടും, കരയുമെന്ന് ഇമാം ബൂസീരി തന്നെ ബുർദയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന, കാളിമ റോട്ടിൽ നിന്ന് കാറ്റു വന്നതാണോ നിന്റെ പ്രശ്നം? അതിൽ നിനക്ക് ഹബീബിനെ മണക്കുന്നുണ്ടോ? അല്ല. മദീനയിൽ റൗദാ ഷരീഫിന്റെ തൊട്ടടുത്തുള്ള ഒരു തെരുവാണ്, ഒരു വാദിയാണ്. യഥാർത്ഥത്തിൽ ഇളം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു പർവ്വതത്തിന്റെ പേരാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മദീനയുമായി ബന്ധപ്പെട്ട ഒരു സാധനം, മക്കയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാധനം. മക്കയിലും മദീനയിലും രണ്ടു ഭാഗത്തും മാറ്റി നിർത്താനാവാത്ത ബന്ധം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ജനിച്ചതും വളർന്നതും മക്കത്താണ്. ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസ്, പ്രബോധന കാലത്ത് ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസ് മദീനയിലായിരുന്നു. അവിടെ ഹെഡ് ഓഫീസായിട്ടാണ് ഹബീബ് പ്രവർത്തിച്ചത്. കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഹബീബ് അന്തിയുറങ്ങുന്നത് റൗദാ ഷരീഫിലാണ്. റൗദാ ഷരീഫ് മദീനത്താണുള്ളത്. ഇങ്ങനെയൊക്കെ മദീനയും മക്കയുമായി റസൂലിന് അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് കവി ചോദിക്കാൻ, മദീനയുടെ ഭാഗത്തുനിന്ന് ഇളമു ഭാഗത്ത് മിന്നൽ പിണര് വീണപ്പോ അത് കണ്ടാണോ കരയുന്നത്? എന്തിനാ അതിന് കരയുന്നത്? കവിക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങകല ഇളം പ്രദേശത്ത് അഥവാ മദീനയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങകല കൂരിരുട്ടുള്ള രാത്രിയിൽ ഇളം പ്രദേശത്ത് ഇടിമിന്ന് വീഴുമ്പോ ആ മിന്നിന്റെ തെളിച്ചത്തില്, വെളിച്ചത്തില് തന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ റൗദ കാണുന്നുണ്ടോ? തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഖബറുകൾ കാണുന്നുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട ആസാറുകൾ കാണുന്നുണ്ടോ എന്ന് സ്വയം തോന്നിപ്പോകുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്ക്. ഇതാ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയൂ. ഇഷ്ടം പോലെ പറയുകയും വർണ്ണിക്കുകയും ചെയ്യണം. എന്നിട്ട് എന്താ നീ കരയാനുള്ള കാരണം എന്ന് സ്വന്തം ശരീരത്തോട് ചോദിച്ചു. ജെറൂസലമിലുള്ള കൂട്ടുകാരെ ആലോചിച്ചതാണോ? അതോ മക്കത്തുനിന്ന് കാറ്റുവന്നതാണോ? മദീനത്ത് ഇടിമിന്നു വീണതാണോ? എന്താ കരയാനുള്ള കാരണം? നഫ്സൊന്നും മിണ്ടുന്നില്ല. സ്വന്തം ശരീരത്തോടാണ് ചോദ്യം. കാരണം കവികൾ പലപ്പോഴും സാങ്കല്പികമായിട്ടാ സംസാരിക്കുക. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇമാം ബൂസീരിയുടെ കവിതക്ക്, ഇമാം ബൂസീരി എന്ന ഈ മഹാകവിയുടെ സങ്കല്പം യാഥാർത്ഥ്യത്തോട് കൂടുതൽ വിദൂരമില്ലതിന്. തൊട്ടടുത്ത് തന്നെയാ കിടക്കുന്നത്. അങ്ങനെയാണത്. കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സങ്കല്പ രൂപത്തിൽ അവർ സംസാരിക്കുക. അതുകൊണ്ട് തന്റെ സ്വന്തം ശരീരത്തോട് ഇങ്ങനെ ചോദിച്ചു. ശരീരം ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ സ്നേഹമുണ്ടായത് കൊണ്ടാ നീ കരഞ്ഞത്
നിന്റെ കൂട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ആലോചിച്ചിട്ട് തന്നെയാ കരഞ്ഞത്. അല്ല, എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നീ അടക്കം പറയുന്നോ? ആദ്യഘട്ടത്തിൽ മനുഷ്യൻ സ്നേഹത്തെ നിഷേധിക്കല. ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അവളുമായിട്ടെന്തോ അടുപ്പുണ്ടോ, എന്താ നീ എപ്പോഴും ഇങ്ങനെ ഒരു സങ്കടപ്പെട്ട് നിന്നെ കാണപ്പെടാനുള്ള കാരണം? അപ്പൊ അവൻ ആദ്യഘട്ടത്തിൽ നിഷേധിക്കും. വീണ്ടും വീണ്ടും നമ്മൾ തെളിവ് നിരത്തുന്നു, ഇല്ല എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. എന്തിനാ നീ എപ്പോഴും കണ്ണീരൊലിപ്പിക്കുന്നത്? എന്താ നീ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആലമുൽ അർവാഹിൽ പോയിരിക്കുന്ന ഒരു അവസ്ഥ നിന്നെ കാണുമ്പോ എപ്പോഴും എന്തോ ഒന്നുണ്ടല്ലോ, തുറന്നു പറയാൻ അയാൾ നിർബന്ധിതനാവും. അതുപോലെ ബഹുമാനപ്പെട്ട കവി സ്വന്തം ശരീരത്തെ കുത്തി കുത്തി ചോദിക്കുകയാണ് ശരീരത്തോട്. പക്ഷേ ഇവിടെ പ്രേമഭാചനം ആരല്ലെന്ന് മാത്രം, കാമുകിയല്ലെന്ന് മാത്രം ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്. ചോദിച്ചു, എന്താ പ്രശ്നം പറയൂ. ഒന്നുമില്ല എന്നാണോ മറുപടി? വീണ്ടും ചോദിക്കുന്നു മഹാനവറുകൾ, എന്നാ പിന്നെ ഫമാലി ഐനൈക ഇൻ ഖുൽതക്ഫു ഫാഹമത വമാലി ഖൽബിക ഇൻ ഖുൽതസ്തഫിഖ് യഹിമി. ഫമാലി ഐനൈക, നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോയി? നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോയി? ഫമാലി ഐനൈക ഇൻ ഖുൽതക്ഫു ഫാ, നീ നിന്റെ കണ്ണുകളോട് അഥവാ സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണല്ലോ. ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കുമ്പോ നീ കരച്ചിൽ അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നീ നിന്റെ കണ്ണുകളോട് കരയല്ലേ എന്ന് പറയുമ്പോ ഹമത, അത് കുത്തിച്ചൊരിയുന്നു. നിർത്തു നിർത്തു, കണ്ണീര് തടയൂ, നിർത്തു എന്ന് പറയും തോറും ഹമത, അത് കുത്തിയൊഴുക്കുന്നു കണ്ണീർ. എന്തേ കണ്ണിന് പറ്റിയത്? കരയാതിരിക്കാൻ ശ്രമിക്കും തോറും പൊട്ടിക്കരയുന്നു. എന്താ നിന്റെ കണ്ണിന് പറ്റിയത്? ആരോടോ ഒരു മഹബത്ത് ഉള്ളിലുണ്ടല്ലോ, പറ എന്ന് കവി സ്വന്തം ശരീരത്തോട് പറയാൻ. എന്തേ നിന്റെ ഹൃദയത്തിന്, എന്തേ നിന്റെ മനസ്സിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മനസ്സേ നീ തെളിയൂ, നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ടെൻഷനിൽ നിന്ന് മോചനം വാങ്ങൂ എന്ന് നിന്റെ ഹൃദയത്തോട് നീ പറഞ്ഞാൽ യഹിമി, അത് വീണ്ടും ടെൻഷൻ അടിക്കുന്നു. എന്തു പറ്റി? എന്താ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്? പറ, എന്താണ് നിന്റെ കൽബിന് പറ്റിയത്? സങ്കടപ്പെടല്ലേ എന്ന് പറയും തോറും കൽബ് വേദനിക്കുന്നു. ഒലിപ്പിക്കല്ല, കണ്ണീരൊലിപ്പിക്കല്ലേ എന്ന് പറയും തോറും കണ്ണുകൾ ഒലിപ്പിക്കുന്നു. നിന്റെ കണ്ണുകൾ സാക്ഷിയാണ്, നിന്റെ കൽബ് സാക്ഷിയാണ്. നിന്റെ കൽബിന്റെ വേദന, നിന്റെ കണ്ണിൽ നിന്നൊലിക്കുന്ന രക്തം, രക്ത കണ്ണുനീര്, ഇത് രണ്ടും സാക്ഷിയാണ്. നിനക്കാരോടോ സ്നേഹമുണ്ട്. എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പലപ്പോഴും സ്നേഹിക്കുന്നവൻ തന്റെ സ്നേഹം അടക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നടക്കൂലട്ടോ. അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻഗതിമു മാ ബൈന മുൻസജിമിൻ മിൻഹു വമുൽതരിമി. എത്ര നല്ല പദപ്രയോഗമാണ് ഇമാം ബൂസീരി നടത്തുന്നത്. അയഹ്സബു സ്വബ്ബു, അങ്ങേയറ്റത്തെ സ്നേഹത്തിനടിമപ്പെട്ടു പോയ ഒരാൾ അവൻ വിചാരിക്കുന്നുണ്ടോ, പ്രേമരോഗമുള്ളവൻ കരുതുന്നുണ്ടോ, അന്നൽ ഹുബ്ബ മുൻഗതിമു, അവന്റെ പ്രേമം ഒളിഞ്ഞിരിക്കുമെന്ന്, അവന്റെ സ്നേഹം ഒളിഞ്ഞിരിക്കുമെന്ന്. മാ ബൈന മുൻസജിമിൻ മിൻഹു വമുൽതരിമി, മാ ബൈന മുൻസജിമിൻ മിൻഹു, അവന്റെ ഒലിക്കുന്ന കണ്ണുകൾക്കിടയിൽ, വമുൽതരിമി, കത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സിനുമിടയിൽ, ഒലിക്കുന്ന കണ്ണിന്റെയും കത്തി നീറിക്കൊണ്ടിരിക്കുന്ന കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെയും ഇടയിൽ ഈ രഹസ്യം മറച്ചു വെക്കാമെന്ന് നീ ഓർക്കുന്നുണ്ടോ? നടക്കില്ല. ഒലിക്കുന്ന കണ്ണുള്ള കാലത്തോളം നിന്റെ മനസ്സിന്റെ പ്രശ്നം നിനക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. കത്തുന്ന മനസ്സുള്ള കാലത്തോളം നിനക്കതിന് കഴിയില്ല. എന്തേ കാരണം? നീ കരയുന്നുണ്ട്, വല്ലാതെ കരയുന്നുണ്ട്. എന്തിനാ നീ കരയുന്നത്? നബിതങ്ങളുടെ വാസസ്ഥലം കാണുമ്പോഴേക്ക്, നബിതങ്ങളുടെ നബിതങ്ങളുടെ ജന്മ വീട് കാണുമ്പോഴേക്ക്, ജന്മസ്ഥലം കാണുമ്പോഴേക്ക്, നബിതങ്ങൾ നടന്നുപോയ മണ്ണ് കാണുമ്പോഴേക്ക്, നബിതങ്ങൾ ഇരുന്ന ഹിറാ ഗുഹ കാണുമ്പോഴേക്ക്, നബിതങ്ങൾ ഇരുന്ന ഗാറു സൗർ കാണുമ്പോഴേക്ക് എന്തിനാണ് നീ കരയുന്നത്? ലൗലൽ ഹവാലം തുരിഖ് ദമൻ അലാ ത്വലലി വലാ അരിഖ്ത ലിസിക്രിൽ ബാനി വൽ അലമീ. ലൗലൽ ഹവാ, സ്നേഹം എന്നത് നിനക്കില്ലായിരുന്നുവെങ്കിൽ, വെറുതെ പറയാണ് നീ സ്നേഹമില്ല. നിന്റെ ഒലിക്കുന്ന കണ്ണും കത്തി നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സും അതിന് സാക്ഷിയാണ്. വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല. ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് കണ്ണുനീരിലൂടെ പ്രകടമാകും, മുഖത്ത് കാണുന്ന ടെൻഷനിലൂടെ അത് പ്രകടമാകും. നടക്കൂല. എന്തേ? നിനക്ക് സ്നേഹമില്ലെങ്കിൽ ലം തുരിഖ് ദമ്മ, നീ കണ്ണീരൊഴുക്കുമായിരുന്നില്ല. അലാ ത്വലലി,
നിന്റെ ഇഷ്ടഭാജനങ്ങളുടെ വാസാവശിഷ്ടങ്ങൾ ഓർത്തിട്ട്. അലാ ത്വലലി എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ടവർ താമസിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾ, അവർ കേറി നിന്ന കുന്ന്, അവർ പ്രസംഗിച്ച മല, അവരിരുന്ന ഗുഹ, ഇതൊക്കെ കാണുമ്പോഴേക്ക്, വാസാവശിഷ്ടങ്ങൾ കാണുമ്പോഴേക്ക്, അവർ വസിച്ചിരുന്ന സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടാൽ മതി, ഒരു കല്ല് കണ്ടാൽ മതി, ഒരു ചുമര് കണ്ടാൽ മതി, ഇവനെ ഇളക്കാൻ. ശരിക്കും ഇവൻ ഇളകിപ്പോകും, ഈമാനുള്ള മനുഷ്യൻ ഇളകിപ്പോകും. അതാണിന്നും ഹബീബ് ജനിച്ച വീടിന്റെ അടുത്തെത്തുമ്പോ മോമിനീങ്ങൾക്ക് കണ്ണീര് വരാറുണ്ട്. പ്രിയപ്പെട്ട മോമിനീങ്ങൾ ഒരുപാട് ആളുകൾ അതൊക്കെ കണ്ടവരാണ്, ഹജ്ജിന് പോയി അതൊക്കെ അനുഭവിച്ചവരായിരിക്കും. ആദ്യമായി അനുഭവിച്ചപ്പോൾ നമുക്കൊക്കെ ഉണ്ടായ ആ സുന്ദരമായ ആ ഒരു വികാരം, വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും അതിന് അവസരം നൽകുമാറാവട്ടെ. ഒരിക്കൽ ലഭിച്ചവർക്ക് വീണ്ടും വീണ്ടും അള്ളാഹു ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാസസ്ഥലമോർത്തിട്ട് അതാ കരയൂലല്ലോ നീ സ്നേഹമില്ലെങ്കിൽ. അപ്പൊ നബി തങ്ങളുടെ വീട് കാണുമ്പോഴേക്ക് ഈ കരയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിനോട് നിനക്ക് സ്നേഹമുണ്ടെന്നാണല്ലോ. പറയൂ, എന്താണ് നിന്റെ പ്രശ്നം? ലൗലൽ ഹവാലം തുരിഖ് ദമൻ അലാ ത്വലലി വലാ അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി എന്നല്ല, വലാ അരിഖ്ത നീ ഉറക്കൊഴിക്കൂലായിരുന്നു, ലിദിക്രിൽ ബാനി വൽ അലമി ബാൻ വൃക്ഷമോർത്തിട്ട്, അതുപോലെ പർവ്വതമോർത്തിട്ട്, പർവ്വതങ്ങളെയും അതുപോലെ ബാൻ വൃക്ഷത്തെയും ഓർത്തിട്ട് നീ ഉറക്കമൊഴിക്കില്ലായിരുന്നു. ഈ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ തിരിയണമെങ്കിൽ ഇതും നബിയുമായുള്ള ബന്ധം തിരിയണം. ബാൻ വൃക്ഷമോർത്തിട്ടും അതുപോലെ തന്നെ പർവ്വതങ്ങളെ ഓർത്തിട്ടും നീ കരയൂലായിരുന്നു. ആരോടോ സ്നേഹമുണ്ടായത് കൊണ്ടാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാ. എന്താ നബി തങ്ങൾക്ക് ബാൻ വൃക്ഷവുമായിട്ടുള്ള ബന്ധം? ബാൻ വൃക്ഷം എന്ന് പറയുന്നത് ഒരു സുഗന്ധ തൈലത്തിന്റെ ചെടിയാണ്, ഒരു സുഗന്ധ പുല്ലാണ്. ആ പുല്ലിൽ നിന്നുണ്ടാക്കുന്ന സുഗന്ധ തൈലത്തിന്റെ പേരാണ്, സുഗന്ധദ്രവ്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ബാനെണ്ണ എന്ന് പറയുന്നത്, ബാൻ തൈലം എന്ന് പറയുന്നത്. ഈ ബാൻ തൈലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഗന്ധങ്ങളോടൊക്കെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് ത്വയ്ബ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ത്വയ്ബ, സുഗന്ധമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഗന്ധം നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നും മഹാന്മാർ സുഗന്ധത്തെ വല്ലാതെ സ്നേഹിക്കുന്നു. മഹാന്മാരൊക്കെ നമുക്ക് സുഗന്ധം പൂശുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്നാൽ വേണ്ട എന്ന് പറയാൻ പറ്റാത്ത ഒരു സംഗതിയാണ് സുഗന്ധം. എന്തും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ വെറുതെ തരികയാണെങ്കിൽ വേണ്ടാന്ന് പറയാം, പക്ഷെ ഇത് തന്നാ വേണ്ടാന്ന് പറയാൻ പറ്റൂല. വാങ്ങി വെക്കൽ നിർബന്ധമാണ്, വാങ്ങിയേ പറ്റൂ. കാരണം നബിയും സുഗന്ധവുമായുള്ള ബന്ധം അതായിരുന്നു. ഒരാള് നല്ല ഒരു സുഗന്ധം ഉപയോഗിച്ച് സദസ്സിലേക്ക് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ എന്നോണം അയാളോട് ചോദിക്കുമായിരുന്നു, എന്താ മോനെ, പുതിയ കല്യാണം എങ്ങാനും കഴിച്ചോ? നല്ലൊരു മണം, നല്ല സുഗന്ധം ഉപയോഗിക്കും. പുതിയാപ്പിളാരാണല്ലോ നല്ല സുഗന്ധം ഉപയോഗിക്കുക. അപ്പോ നല്ല പുതിയ കല്യാണം എങ്ങാനും കഴിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഗന്ധം ഒന്ന് മണക്കും, നബി തങ്ങൾ അതിനെ പ്രകീർത്തിക്കും. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത സാധനം, തിരിച്ചു കൊടുക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സാധനം, ഇതൊക്കെയാണ് സുഗന്ധം. അതുകൊണ്ട് ബാൻ വൃക്ഷം സുഗന്ധവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സുഗന്ധത്തെ സ്നേഹിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫാക്കതുമായി ബന്ധമുണ്ട്. ബാൻ വൃക്ഷത്തെ ഓർക്കുമ്പോഴേക്ക് നിനക്ക് വല്ലാത്ത താല്പര്യം, നീ അറിയാതെ നീ പൂർണ്ണമായും വല്ലാതെ വികാരഭരിതനാവുന്നുണ്ടല്ലേ? അതെന്തേ കാരണം? ആ ബാൻ വൃക്ഷവുമായി ബന്ധപ്പെട്ട ആളെ ഓർത്തത് കൊണ്ടാണ്. വല്ലലമീ, പർവ്വതങ്ങളെ ഓർക്കൂലായിരുന്നു, അതോർക്കാൻ വേണ്ടി നീ ഉറക്കൊഴിക്കൂലായിരുന്നു. കണ്ടോ, രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടന്ന ബാൻ വൃക്ഷവും പർവ്വതങ്ങളും ഒക്കെ വരുന്ന ഏത് പർവ്വതം? പർവ്വതത്തെ ഓർക്കുക എന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ സൃഷ്ടികളുടെ കൂട്ടത്തില് ഹബീബ് മികച്ചു നിൽക്കുന്ന രംഗം കവി കാണുകയാണ്. ഏതുപോലെ സമനിരപ്പായ ഭൂമിക്കിടയിൽ പർവ്വതമുയർന്നു നിൽക്കുന്നത് പോലെ അങ്ങനെ ഒരു ബന്ധം പറഞ്ഞവർ തന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ല, മലകൾ ഓർക്കാൻ വകുപ്പുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് മലകൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട് നബിയുടെ ജീവിതത്തിൽ നിന്ന്. എന്തേ? ഹിറാ ഗുഹ,
ഹിറാ എന്ന പർവ്വതത്തിലാണ് ഈ ഗുഹ ഇരിക്കുന്നത്. ആ പർവ്വതത്തിൽ ഹിറാ ഗുഹ യഥാർത്ഥത്തിൽ ഇതിന്റെ തെളിവാണ്. അല്ല, സൗർ ഗുഹ, സൗർ പർവ്വതത്തിലെ ഗുഹയുണ്ട്, അതും ഇതിന്റെ തെളിവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അന്ന് അറഫയിൽ ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ടാണ് നബിതങ്ങൾ അവസാനത്തെ പ്രസംഗം നടത്തുന്നത്. അങ്ങനെയും പർവ്വതത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ആദ്യമായി ഇസ്ലാമിന്റെ വിളംബരം നടത്തുന്നത് അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് സഫാ കുന്നിൽ കയറിയിട്ടാണ്. മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ ബന്ധമുണ്ട്. അപ്പൊ ഈ മലകളുടെയൊക്കെ കഥയോർക്കുമ്പോ അതോർത്തോർത്ത് ഉറക്കഴിക്കാൻ മാത്രം വകുപ്പുണ്ട്. ഇതൊക്കെ ആലോചിച്ചാണോ നീ കരയുന്നത്? ലൗലൽ ഹവാ ലം തുരിഖ് ദമൻ അലാ ത്വലലി വലാ അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി. ഇതൊക്കെ ആലോചിച്ച് ഉറക്കൊഴിക്കണമെങ്കിൽ നിനക്ക് സ്നേഹം വേണല്ലോ. പിന്നെ നീ എങ്ങനെ സ്നേഹത്തെ നിഷേധിക്കും എന്ന് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് ശരിക്കും അവസാനം ഈ 2 വരികളിലൂടെ അതിനാണ് ആണയിടുക. മറുപടി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇന്ന് ഇതോടുകൂടി തീർക്കാൻ. فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم. എങ്ങനെ നീ നിന്റെ ഹുബ്ബ് മറച്ചു പിടിക്കും? നീ എങ്ങനെ നിഷേധിക്കും? നിനക്ക് സ്നേഹമില്ലെന്ന് പറയാൻ നിനക്കൊരു അധികാരമില്ല. ബഅദമാ ശഹിദത് ബിഹി, അതുകൊണ്ട് സാക്ഷി നിന്നതിന് ശേഷം അലൈക, നിന്റെ മേലില് നിനക്കെതിരെ സാക്ഷി നിന്നിട്ടുണ്ട് ഉഖൂലു ദംഇ വസ്സഖമി, രോഗത്തിന്റെയും മനോരോഗത്തിന്റെയും കണ്ണുനീരിന്റെയും നീതിമാന്മാരായ സാക്ഷികള്. മനസ്സിലുള്ളതെന്തോ അത് മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ പറഞ്ഞത്? നിന്റെ മനസ്സിലുള്ള ടെൻഷൻ മുഖത്ത് കാണും. അതാ കരയുന്നത്, അതാ നിന്റെ മുഖം വിളർത്തുപോയത്. ഇനി നീ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നിന്റെ മുഖത്തതാ മെലിച്ചിലിന്റെ പാടുണ്ടല്ലോ, നിന്റെ മുഖത്തതാ കണ്ണുനീരിന്റെ പാടുണ്ടല്ലോ. സ്നേഹത്തിന്റെ വേദന അതാ നിന്റെ മുഖത്ത് മെലിച്ചിലിന്റെയും കണ്ണുനീരിന്റെയും ശരീരം ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിനക്ക് കണ്ണുനീരൊലിച്ചതിന്റെയും 2 ലൈനുകള് ഏതുപോലെ? മിസ്ലൽ ബഹാരി അലാ ഖദ്ദൈക വല്ലനമീ, നിന്റെ ഇരു കവിളിലും അതാ ബഹാർ പുഷ്പം പോലെ, അനം ചെടി പോലെ 2 മാർഗങ്ങൾ ഞാൻ കാണുന്നു, 2 വരകൾ, 2 ലൈനുകൾ കൃത്യമായി കാണുന്നു. ബഹാർ പുഷ്പം അത് മഞ്ഞയാണ്. അപ്പം മഞ്ഞ എന്ന് പറഞ്ഞാൽ ശരീരം മെലിയുമ്പം മഞ്ഞ കളറ്, ശരീരം ഇതാ വിളർത്തിരിക്കുന്നു. അതാണ് മഞ്ഞ കളറ് പോലെ, ബഹാർ പുഷ്പം പോലെ എന്ന് പറഞ്ഞ്. അനം ചെടി പോലെ എന്ന് പറഞ്ഞാൽ കടും ചുവപ്പാണല്ലോ. നിന്റെ മനസ്സ്, നിന്റെ നിന്റെ മുഖത്ത് കാണുന്ന ഒരു ലൈന് കടും ചുവപ്പാണ്. ചോര കണ്ണീരൊഴുകിയ ചാല്. ആ കണ്ണീർ ചാലുണ്ടായിരിക്കെ നിനക്ക് സ്നേഹമില്ലെന്ന് എങ്ങനെ പറയും? സമ്മതിക്ക്. അപ്പൊ അങ്ങ് സമ്മതിക്കുകയാണ് കവി. ഇൻഷാ അല്ലാഹ് ആ സമ്മതം നമുക്ക് നാളെ അവതരിപ്പിക്കാം. നഅം. ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പറയാം, അതേ സറാ ത്വയ്ഫു മന്നഹു ഫറഖനി. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അവതരിപ്പിക്കാം. ഇഷ്ടം പോലെ ഇതുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ അവതരിപ്പിക്കണം എന്ന് കരുതിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വേദികൾ വരുന്നു, അവിടെ വെച്ച് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ലയിച്ചു ചേരണം ഈ സദസ്സ് കഴിയുമ്പോഴേക്ക്. ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വളരെ ദൂരം പോകാനുള്ളത് കൊണ്ട് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, സുന്നി കേരളത്തിന് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു ഹിമായത്ത് നൽകുമാറാവട്ടെ.